Hi everyone, I am Nisriya from Alliance Academy. അപ്പോൾ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ ഫുൾ കവർ ചെയ്തു. അപ്പോൾ ഇന്ന് നമ്മൾ തേർഡ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്. ചാപ്റ്ററിൻ്റെ പേര് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് ആൻഡ് എക്കണോമിക് തോട്ട്. ഫോണൊന്നും എടുത്തില്ലോ. Hello everyone, I am Nisriya from Alliance Academy. Welcome to our new section. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആയിരുന്നു കവർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ, നോളേജ് ആൻഡ് വിസ്ഡം ഇൻ എക്കണോമിക്സ് അല്ലേ. അപ്പോൾ എന്താണ് എക്കണോമിക്സ്, അതിലെന്തൊക്കെയാണ്, എന്താണ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ അല്ലേ, അതിൻ്റെ ഡെഫിനിഷന്, കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ടൈപ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ബ്രാഞ്ചസ് കാര്യങ്ങൾ, അതുപോലെ അതിൻ്റെ സിസ്റ്റം, അതുപോലെ ആക്ടിവിറ്റീസ്, ഇങ്ങനെ തുടങ്ങി എക്കണോമിക്സിനെ സംബന്ധിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു സെക്കൻഡ് ചാപ്റ്റർ നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ തേർഡ് ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് എക്കണോമിക്സ് ആൻഡ് എക്കണോമിക് തോട്ട്. എന്താണ്? സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും സാമ്പത്തിക ചിന്തയുടെയും ആവിർഭാവം അല്ലെങ്കിൽ ഉത്ഭവം എങ്ങനെയാണ് എന്നുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ എന്താണ് എക്കണോമിക്സ് എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ക്ലാസ്സിൽ, എന്താണ് എന്ന് പഠിച്ചു. അപ്പോൾ ഈ ഒരു സാമ്പത്തിക ചിന്ത നമ്മളുടെ രാജ്യത്തിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമ്മളുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു സാമ്പത്തിക ശാസ്ത്രം അല്ലെങ്കിൽ സാമ്പത്തിക ചിന്ത വളർത്തിയെടുക്കേണ്ടത് വളരെ അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ് ഒരു കൺട്രിയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇതിന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് നമുക്ക് കൺട്രിയുടെ ഡെവലപ്മെൻറ്റിനെ, അതായത് കൺട്രിയെ ഒരു നല്ല ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കാം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ രാജ്യത്തിന് തുടങ്ങി നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് നമ്മൾ എക്കണോമിക് തോട്ട് ഡെവലപ്പ് ചെയ്തെടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ അതിന് ഒരുപാട് നമുക്ക് നമ്മുടെ ഇന്ത്യയിലും അല്ലാതെയുമുള്ള ഒരുപാട് ഗ്രേറ്റ് തിങ്കേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ നമ്മളുടെ രാജ്യത്തിന് ഉണ്ടായിട്ടുണ്ട്. എക്കണോമിക്സ് എങ്ങനെയായിരിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് എക്കണോമിക്സ് പഠിക്കുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം, അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ പല ഗ്രേറ്റ് തിങ്കേഴ്സിൻ്റെ അഭിപ്രായത്തിൽ അവരുടെ ബുക്കുകളിലും കൃതികളിലൊക്കെ ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഗ്രേറ്റ് തിങ്കേഴ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു, ഇന്ത്യക്കും അകത്തും പുറത്തും ഒക്കെ ആയിട്ട്. അപ്പോൾ അവരുടെ ഒരുപാട് സംഭാവനകൾ നമുക്ക് വേണ്ടിയിട്ട് അവർ ഈ ഒരു സാമ്പത്തിക ശാസ്ത്രത്തിന് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ആരൊക്കെയാണ് അവരൊക്കെ, അതുപോലെ അവരെന്തൊക്കെയാണ് പറയുന്നത്, അവരുടെ ആ ഒരു ഐഡിയോളജി എന്താണ്, ഇത് എങ്ങനെ നമുക്ക് ഹെൽപ്ഫുൾ ആകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് ചാപ്റ്ററിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഇതിൽ നോക്കിക്കേ, എന്താണ് ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അക്കോർഡിംഗ് ടു പ്രൊഫസർ ഷംപേറ്റർ, economic thought is the sum total of all opinion and desires concerning economic subjects, especially concerned with public policies of different types and places. ഷംപീറ്ററിൻ്റെ ഒരു ഡെഫിനിഷനാണ് കേട്ടോ ഇത്. പ്രൊഫസർ ഷംപീറ്ററിൻ്റെ ഒരു ഡെഫിനിഷനാണ്. എക്കണോമിക് തോട്ട് ഈസ് ദ സം ടോട്ടൽ ഓഫ് ആൾ ദ ഒപ്പീനിയൻസ് ആൻഡ് ഡിസയേഴ്സ്. എന്താണ് സാമ്പത്തിക ചിന്ത എന്നത്? സം ടോട്ടൽ ഓഫ് ആൾ ദ ഒപ്പീനിയൻസ് ആൻഡ് ഡിസയേഴ്സ് കൺസേണിങ് എക്കണോമിക് സബ്ജക്ട്സ്. എന്താണ് എല്ലാ അഭിപ്രായങ്ങളും അതുപോലെ തന്നെ ആഗ്രഹങ്ങളുടെയും സം ടോട്ടലിനെയാണ് സാമ്പത്തിക ചിന്ത എന്ന് പറയുന്നത്. എസ്പെഷ്യലി കൺസേണിങ് വിത്ത് പബ്ലിക് പോളിസീസ് ഓഫ് ഡിഫറെൻറ്റ് ടൈംസ് ആൻഡ് പ്ലേസസ്. ഓരോ പ്രദേശങ്ങളിലും അല്ലെങ്കിൽ ഓരോ കാലത്തിലും ഉണ്ടായിരിക്കുന്ന പബ്ലിക് പോളിസികളുടെ ഒരു സം ടോട്ടൽ അല്ലേ, എസ്പെഷ്യലി അതിനാണ് അവർ കൂടുതലായിട്ട് സാമ്പത്തിക ചിന്ത പ്രാധാന്യം കൊടുക്കുന്നത്. എന്തിനാണ്? പബ്ലിക് പോളിസിനെയാണ്. അത് ഓരോ കാലത്തും ഓരോ തരത്തിലായിരിക്കും, ഓരോ പ്രദേശങ്ങളും ഓരോ തരത്തിലായിരിക്കും അല്ലേ. ഇപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള പബ്ലിക് പോളിസി ആയിരിക്കില്ല USA ഉണ്ടാവുക അല്ലെങ്കിൽ ചൈനയിലുണ്ടാകാം. അപ്പോൾ ഓരോ കൺട്രിക്കും അവരുടേതായ പോളിസികൾ ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു പോളിസിക്ക് അനുസരിച്ച് നമുക്ക് എങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തെ ഡെവലപ്പ് ചെയ്തെടുക്കാം, എങ്ങനെ ഒരു കൺട്രിയുടെ ഡെവലപ്മെൻറ്റിലേക്ക് എത്തിക്കാം തുടങ്ങിയ കാര്യങ്ങളിലേക്കാണ് ഈ ഒരു സാമ്പത്തിക ചിന്ത എന്നത് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഫേമസ് ഡെഫിനിഷനാണ് ഷംപീറ്ററിൻ്റെ. ഓക്കെ, അപ്പോൾ അടുത്തത് നോക്കിക്കേ, അടുത്ത ടൈറ്റിൽ എന്താണ്? എക്കണോമിക് തിങ്കേഴ്സ് ഫ്രം ഇന്ത്യ. എന്താണ് ഇന്ത്യയിലെ
ആരൊക്കെയാണ് എക്കണോമിക് നമുക്ക് ഇന്ത്യയിൽ നിന്ന് ഒരുപാട് തിങ്കേഴ്സ് അല്ലെങ്കിൽ എക്കണോമിസ്റ്റുകൾ നമുക്ക് ഒരുപാട് കോൺട്രിബ്യൂഷൻ നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരാരൊക്കെയാണെന്ന് നോക്കാം. തിരുവള്ളൂർ, കൗടില്യ, എക്കണോമിക്സ് തിങ്കേഴ്സ് ഫ്രം ഇന്ത്യയാണ് പറയുന്നത്. തിരുവള്ളൂർ, കൗടില്യ, ദാദാബായ് നവറോജി, മഹാദേവ് ഗോവിന്ദ് റാനഡെ, രമേശ് ചന്ദ്രദത്ത്, ഗോപാൽ കൃഷ്ണ ഗോഖലെ, മഹാത്മാഗാന്ധി, രാധാകമൽ മുഖർജി ആൻഡ് അമർത്യ സെൻ. ഓക്കെ, ഇവരൊക്കെ നമ്മളുടെ ഫേമസ് എക്കണോമിസ്റ്റുകളാണ് കേട്ടോ ഇന്ത്യയിലുള്ള. അതുകൂടാതെ അവർ പൊളിറ്റീഷ്യനും ഗ്രേറ്റ് ലീഡേഴ്സും ഒക്കെയാണ്. നെക്സ്റ്റ് അതർ തിങ്കേഴ്സ് ആണ് കേട്ടോ, നമ്മുടെ ഇന്ത്യക്ക് പുറത്തു നിന്നുള്ളവരാണ്. ആഡം സ്മിത്ത്, ഡേവിഡ് ഹ്യൂ, ലുഡ്വിഗ് വോൺ മൈസസ്, തോമസ് മാൾത്തസ്, മിൽട്ടൺ ഫ്രൈഡ്മാൻ. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഒരുപാട് സംഭാവനകൾ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. ഇന്ത്യക്ക് വേണ്ടിയിട്ടും സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും ചിന്തയുടെയും ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ ഫുള്ളായിട്ട് പഠിക്കാനുള്ളത് ഈ ഓരോരുത്തരുടെയും, ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാവരുടെയും ഓരോ തിങ്കേഴ്സിൻ്റെയും എന്താണ് അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് ഇപ്പം നമ്മൾ ഈ പറഞ്ഞ ഓരോ തിങ്കേഴ്സിൻ്റെയും സംഭാവനകൾ എന്തൊക്കെയാണ്, അവരുടെ ഐഡിയോളജീസ് എന്തൊക്കെയാണ്, അവരെങ്ങനെയാണ് സാമ്പത്തിക ശാസ്ത്രത്തെ വിലയിരുത്തിയിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെക്ഷനിലേക്ക് പോവുകയാണ്. ആരാണ് ഫസ്റ്റ്? ഓക്കെ, ഫസ്റ്റ് വൺ എക്കണോമിക് തോട്ട്സ് ഓഫ് തിരുവള്ളൂർ. തിരുവള്ളൂർ എന്ന് പറഞ്ഞ ഒരു എക്കണോമിസ്റ്റിൻ്റെ തോട്ടിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അദ്ദേഹം തിരുവള്ളൂർ നിങ്ങൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇന്ത്യക്കാരനാണ്. പ്രത്യേകിച്ച് തിരുവള്ളൂർ എന്നൊക്കെ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം തമിഴ്നാട്. ഹീസ് ഫ്രം തമിഴ്നാട്. തമിഴ്നാട് നിന്നാണ്. ഗ്രേറ്റസ്റ്റ് പോയറ്റ് ആണ് അദ്ദേഹം, ഒരു കവിയാണ് അദ്ദേഹം. ഓക്കെ, അപ്പോൾ തിരുവള്ളൂർ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു എക്കണോമിക്സിന് വേണ്ട സംഭാവനകൾ നൽകിയിരിക്കുന്നത് നോക്കാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേമസ് കൃതിയാണ് തിരുക്കുറൾ. തിരുക്കുറൾ എന്ന് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് കൃതിയാണ്, അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനാണ്. ആ ഒരു ബുക്കിൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം സമൂഹ വികസനത്തിനായിട്ട് ആ ഒരു തിരുക്കുറൾ എന്ന് പറഞ്ഞ അതിൻ്റെ പ്രശസ്തമായ കവി അല്ലെങ്കിൽ ആ പ്രശസ്തമായ കൃതിയിൽ അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്, അതിന് 4 പ്രിൻസിപ്പിൾസ് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നിർദ്ദേശിക്കുന്നുണ്ട്. ഓക്കെ, 4 പ്രിൻസിപ്പിൾസ് ഓഫ് തിരുവള്ളൂർ എന്തൊക്കെയാണ്? ഫെയ്ത്ത് ഇൻ ഗോഡ്, എക്കണോമിക് റിസോഴ്സസ്, സ്പിരിച്വൽ ലീഡർഷിപ്പ്, ഒബ്സർവൻസ് ഓഫ് മോറൽ ലോ. ഓക്കെ, അപ്പോൾ എന്താണ് 4 പ്രിൻസിപ്പിൾസ്? ഫസ്റ്റ് വൺ ഫെയ്ത്ത് ഇൻ ഗോഡ്, എന്താ? ദൈവവിശ്വാസം. എക്കണോമിക് റിസോഴ്സസ്, സാമ്പത്തിക വിഭവങ്ങൾ. സ്പിരിച്വൽ ലീഡർഷിപ്പ്, ഒബ്സർവൻസ് ഓഫ് മോറൽ ലോ, എന്താണ്? ആത്മീയ നേതൃത്വം. അതുപോലെ തന്നെ ധാർമ്മിക നിയമങ്ങൾ പാലിക്കുക. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള 4 പ്രിൻസിപ്പിളാണ് തിരുവള്ളൂർ മുന്നോട്ട് വെക്കുന്നത്. ഈ ഒരു 4 പ്രിൻസിപ്പിളോട് കൂടി മാത്രമേ നമുക്ക് സാമ്പത്തിക വികസനം സാധ്യമാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ഓക്കെ, ദൈവവിശ്വാസം വേണം. അതുപോലെ നമുക്ക് അതിനാവശ്യമായിട്ടുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. നമ്മുടെ കയ്യിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ കയ്യിലുണ്ടായിരിക്കണം, അല്ലേ? അതിപ്പോൾ ലാൻഡ് ആയിക്കോട്ടെ, മെഷീനറി ആയിക്കോട്ടെ, അല്ലെങ്കിൽ പണമായിക്കോട്ടെ, എന്തുതന്നെയായാലും അതിനുള്ള വിഭവങ്ങൾ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ആത്മീയപരമായിട്ടും കൃത്യമായ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണം നമ്മൾ ഈ പറയുന്ന സാമ്പത്തിക കാര്യങ്ങൾ, ഇടപാടുകൾ ചെയ്യാനായിട്ടും സാമ്പത്തിക വികസനം കൊണ്ടുവരാനായിട്ടും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് തിരുവള്ളൂർ അദ്ദേഹത്തിൻ്റെ തിരുക്കുറൾ എന്ന് പറഞ്ഞൊരു ബുക്കിലാണ് ഈ പറയുന്ന 4 പ്രിൻസിപ്പിൾസ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് അദ്ദേഹത്തിൻ്റെ കുറച്ച് ഐഡിയാസ് അദ്ദേഹം പറയണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ്. സം ഓഫ് ദ ഐഡിയാസ് ഓഫ് ദി തിരുവള്ളൂർ ക്യാൻ ബി സ്റ്റേറ്റഡ് ബിലോ. എന്തൊക്കെയാണെന്ന് നോക്കാം. വെൽത്ത് ഈസ് ഓൺലി മീൻസ് ആൻഡ് നോട്ട് ആൻ എൻഡ്. സൊസൈറ്റി ഷുഡ് ബി ഫ്രീ ഫ്രം ഹങ്കർ, ഡിസീസസ് ആൻഡ് ഫിയർ. എന്താണ് വെൽത്ത് ഈസ് ഓൺലി മീൻസ് ആൻഡ് നോട്ട് ആൻ എൻഡ്? വെൽത്ത് എന്ന് പറയുന്നത്, സമ്പത്ത് എന്ന് പറയുന്നത്, അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഉപാധി മാത്രമാണ്. അതൊരിക്കലും ഒരു അവസാനമല്ല, അല്ലെങ്കിൽ അതൊരു ലക്ഷ്യമല്ല എന്നാണ് പറയുന്നത്. ലക്ഷ്യത്തിലേക്കുള്ളൊരു വഴി മാത്രമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം പറയാണ്, നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ഒരു വഴിയാണ്, ഒരു പാത മാത്രമാണ് സമ്പത്ത്. അല്ലാതെ ഒരിക്കലും നമ്മളെ ലക്ഷ്യമാകരുത് പണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ നമ്മൾക്ക് കയ്യിൽ എന്താവശ്യമായിട്ടുണ്ട്? സമ്പത്ത് ആവശ്യമായിട്ടുണ്ട്, അല്ലേ? അപ്പോൾ അതിലേക്ക് നമ്മുടെ ലക്ഷ്യം എപ്പോഴും വേറെ ആയിരിക്കണം. അതിലേക്ക് എത്താനുള്ള ഒരു ഉപാധി മാത്രമാണ് സമ്പത്ത് അല്ലെങ്കിൽ പണം എന്ന് പറയുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്
അതുപോലെ തന്നെ സൊസൈറ്റി ഷുഡ് ബി ഫ്രീ ഫ്രം ഹങ്കർ, ഡിസീസസ് ആൻഡ് ഫിയർ. എന്താണ്, ഇങ്ങനെ വെൽത്ത് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ആദ്യം നമ്മൾ സൊസൈറ്റിയെ സംരക്ഷിക്കണം. എങ്ങനെ? ഷുഡ് ബി ഫ്രീ ഫ്രം ഹങ്കർ, ഡിസീസസ് ആൻഡ് ഫിയർ. അല്ലേ? എന്താണ് ഹങ്കർ? ദാരിദ്ര്യം, അതുപോലെ തന്നെ രോഗങ്ങൾ, അതുപോലെ ദുരന്തം തുടങ്ങിയ രാജ്യത്തിൻ്റെ എല്ലാ കാര്യങ്ങളും, ക്ഷാമങ്ങളൊക്കെ മാറ്റി നമ്മളെ രാജ്യത്തിനെ ക്ഷേമത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കണം നമ്മളുടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എങ്ങനെയായിരിക്കണം സാമ്പത്തിക വികസനം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് ഇതിൽ പറയുന്നത്. എപ്പോഴും നമ്മുടെ ലക്ഷ്യം വേറെ ആയിരിക്കണം, അതിലേക്കുള്ളൊരു വഴി മാത്രമായിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും സൊസൈറ്റിയുടെ കാര്യങ്ങൾ സംരക്ഷിക്കാനായിരിക്കണം സമ്പത്ത് ഉപയോഗിക്കേണ്ടത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി എങ്ങനെയായിരിക്കണം സ്റ്റേറ്റിൻ്റെ ഫങ്ഷൻസ്? അദ്ദേഹം പറയുകയാണ്, സ്റ്റേറ്റ് ഹാസ് ഫോർ ഫങ്ഷൻസ്. സംസ്ഥാനത്തിൽ ഫങ്ഷൻസ്, അവരുടേതായ ഫങ്ഷൻസ് ഉണ്ട്. അതെന്തൊക്കെയാണ്? ക്രിയേഷൻ ഓഫ് റവന്യൂ, കളക്ഷൻ ഓഫ് റവന്യൂ, മാനേജ്മെൻറ്റ് ഓഫ് റവന്യൂ, പബ്ലിക് എക്സ്പെൻഡിച്ചർ. ക്രിയേഷൻ ഓഫ് റവന്യൂ എന്താണ്? വരുമാനം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ശേഖരിക്കുക. ആ ശേഖരിച്ച വരുമാനത്തെ എന്ത് ചെയ്യുന്നു? മാനേജ് ചെയ്യുന്നു. ദെൻ പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്നാണ് പൊതു താല്പര്യത്തിന് അല്ലെങ്കിൽ പൊതുജനത്തിനായി എന്ത് ചെയ്യുക? ചെലവഴിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന സംസ്ഥാനത്തിൻ്റെ 4 ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു രീതിയിലുള്ളൊരു ഡെവലപ്മെൻറ്റ് വരിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മളൊരു സമ്പത്ത് ഉണ്ടാക്കുമ്പോൾ നല്ല രീതിയിലായിരിക്കണം. ഒരു അന്ധതയും ആണെങ്കിൽ നമുക്കത് ക്ഷാമത്തിലേക്ക് നയിക്കും എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഹൂ ഇസ് തിരുവള്ളൂർ എന്താണ്? ഒരു ഫേമസ് പോയറ്റാണ്. ഈസ് എ ഗ്രേറ്റസ്റ്റ് പോയറ്റ് ഫ്രം തമിഴ്നാടു. അദ്ദേഹത്തിൻ്റെ തിരുക്കുറൽ എന്ന് പറഞ്ഞ ബുക്കിലാണ് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നത്. എങ്ങനെയായിരിക്കണം സമ്പത്ത് ഉപയോഗിക്കേണ്ടത്, സമ്പത്ത് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ തിരുക്കുറൽ എന്ന് പറഞ്ഞ പോയറ്റ് ആൻഡ് എക്കണോമിസ്റ്റിൻ്റെ അദ്ദേഹം പറയുന്നത്. ഓക്കെ, അവരുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എക്കണോമിക് തോട്ട്സ് ഓഫ് കൗടില്യ. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ ഹിസ്റ്ററിയിലൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും ഈ ഒരു പേര്. ഓക്കെ, എക്കണോമിക് തോട്ട്സ് ഓഫ് കൗടില്യ എന്ന് പറയുന്നത് ആരാണ്? ഹിസ്റ്ററി പഠിക്കുന്ന സ്റ്റുഡൻസിന് ചിലപ്പോൾ അറിയുമായിരിക്കും. കൗടില്യ ഈസ് എ ഗ്രേറ്റ് പ്രൊഫസർ ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് ചന്ദ്രഗുപ്ത മൗര്യ. കേട്ടിട്ടുണ്ടോ ചന്ദ്രഗുപ്ത മൗര്യ എന്ന് പറഞ്ഞ പേര്? ഓക്കെ, അത് ഗുപ്ത സാമ്രാജ്യം, മൗര്യ സാമ്രാജ്യം ഇതൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ പണ്ട് നമ്മളുടെ രാജ്യം ഭരിച്ചിരുന്ന ഒരുപാട് സാമ്രാജ്യങ്ങളിൽ പെട്ട ഒരു സാമ്രാജ്യമാണ് മൗര്യ സാമ്രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ചന്ദ്രഗുപ്ത മൗര്യൻ എന്ന് പറഞ്ഞ രാജാവിൻ്റെ പ്രൈം മിനിസ്റ്ററായിട്ട് വർക്ക് ചെയ്തിരുന്നത് കൗടില്യ ആയിരുന്നു. അപ്പോൾ കൗടില്യനെ നമ്മൾ പല പേരുകളിലും പഠിക്കുന്നുണ്ട്. കൗടില്യ ഈസ് ആൾസോ നോൺ ആസ് ചാണക്യ ആൻഡ് വിഷ്ണുഗുപ്ത. ചാണക്യ എന്നും വിഷ്ണുഗുപ്ത എന്നൊക്കെ അദ്ദേഹത്തിന് പേരുകളുണ്ട്. ഹീസ് ദ ഓതർ ഓഫ് അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് കൃതിയുടെ രചയിതാവാണ് ആര്? കൗടില്യ എന്ന് പറയുന്നത്, അർത്ഥശാസ്ത്രം. ഓക്കെ, അപ്പോൾ അർത്ഥശാസ്ത്രത്തിലാണ് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ വെൽത്തിനെ കുറിച്ചിട്ടും അല്ലെങ്കിൽ എക്കണോമിക്സിനെ കുറിച്ചിട്ടൊക്കെ വിശദീകരിച്ചിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ രീതിയിൽ എക്കണോമിക് തോട്ട്സ് ഓഫ് കൗടില്യ എന്തൊക്കെയാണ് ഈ പറയുന്ന ഈ ബുക്കിൽ അല്ലെങ്കിൽ അർത്ഥശാസ്ത്രത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വിവരിച്ചിട്ടുള്ളത് നോക്കാം. എന്താണ്? വെൽത്ത് ഷുഡ് ബി അക്യൂർഡ് ത്രൂ പ്രോപ്പർ മീൻസ്. എന്താണ് അദ്ദേഹം അർത്ഥശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ കാര്യം എന്താണ്? വെൽത്ത് ഷുഡ് ബി അക്യൂർഡ് ത്രൂ പ്രോപ്പർ മീൻസ് എന്ന് വെച്ചാൽ എന്താ? സമ്പത്ത് എപ്പോഴും നേരായ രീതിയിൽ നേടണം, അതായത് നേരായ മാർഗത്തിൽ നേടണം എന്നാണ് പറയുന്നത്. അതായത് എന്താണ് നേരായ മാർഗത്തിൽ എന്ന് പറയുമ്പോൾ എന്താണ്? അനീതിയൊന്നുമില്ലാതെ നല്ല നീതിപരമായിട്ട്, അല്ലേ, അല്ലെങ്കിൽ വെട്ടിപ്പിടിക്കലോ അല്ലെങ്കിൽ മോഷണം പിടിച്ചോറ് ഇങ്ങനെയൊന്നും അല്ലാതെ നല്ല രീതിയിലായിരിക്കണം സമ്പത്ത് നേടേണ്ടത്. നെക്സ്റ്റ് പറയുന്നത് ദ കിങ് മസ്റ്റ് ലേൺ അബൌട്ട് ദ സയൻസ് ഓഫ് നാഷണൽ എക്കോണമി. ഇറ്റ് ഇൻക്ലൂഡ് അഗ്രികൾച്ചറൽ സെക്ടർ, ട്രേഡ്, എക്സെട്ര.
ആരാണോ രാജ്യം ഭരിക്കുന്നത്, രാജാവാണെങ്കിൽ അദ്ദേഹം എന്ത് അറിഞ്ഞിരിക്കണം, എന്ത് പഠിച്ചിരിക്കണം എന്നാണ് പറയുന്നത്? സയൻസ് ഓഫ് നാഷണൽ എക്കോണമി, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്നാണ് പറയുന്നത്? അഗ്രികൾച്ചറൽ സെക്ടറും കാർഷിക മേഖലയും വ്യവസായ മേഖലയും ഇൻക്ലൂഡാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് എന്താണ്? രാജ്യത്തിൻ്റെ കാർഷിക മേഖലയും സമ്പദ് വ്യവസ്ഥയും ഒക്കെ ഇൻക്ലൂഡ് ആയിട്ടുള്ളതാണ് നാഷണൽ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ രാജ്യം ഭരിക്കുന്നത് ആരായിക്കോട്ടെ, ഗവൺമെൻറ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ആ ടൈമിൽ കൗടില്യ പറയുന്നത് ആ ബുക്കിൽ അന്ന് രാജാവായിരുന്നു ഭരിച്ചിരുന്നത് അല്ലേ. അപ്പോൾ രാജാവ് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം എന്താണ് രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ, ഇപ്പോൾ നല്ല രീതിയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ എത്ര നമുക്ക് വരുമാനം കാർഷിക മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ എത്ര വരുമാനം വ്യവസായ മേഖലയിൽ നിന്ന് കിട്ടുന്നുണ്ട്, നമ്മൾ ഏത് മേഖലയിലേക്കാണ് ഏറ്റവും കുറവ് വരുമാനം വരുന്നത്, അപ്പോൾ ആ രീതിയിലേക്ക് എന്തൊക്കെ മാർഗങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒരു രാജാവ് അറിഞ്ഞിരിക്കണം എന്നാണ് കൗടില്യ പറയുന്നത്. നെക്സ്റ്റ്, ഇറ്റ് ഗേവ് മോർ എംഫാസിസ് ഓൺ അഗ്രികൾച്ചർ ആൻഡ് പ്രൊഡക്ഷൻ. എന്താണ് ഏറ്റവും കൂടുതൽ നമ്മൾ മുൻതൂക്കം നൽകേണ്ടത് എന്തിനായിരിക്കണം? കാർഷിക മേഖലയ്ക്കും അതുപോലെ തന്നെ ഉൽപ്പാദനത്തിനുമായിരിക്കണം, വേണ്ടേ? ഒരുപാട് നമുക്കറിയാം, നമ്മുടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് പണ്ട് മുതലേ നമ്മുടെ ഒരു 80% ഓഫ് റവന്യൂ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? കാർഷിക മേഖലയിൽ നിന്നാണ്. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ 80% അഗ്രികൾച്ചറൽ സെക്ടറാണ് അല്ലേ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് വരുമാനം കിട്ടുന്നത് ഈ പറയുന്ന അഗ്രികൾച്ചറൽ സെക്ടർ. അപ്പോൾ അതിനായിരിക്കും നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതും ഇടനിലക്കാരെ ഒഴിവാക്കി നമുക്ക് നേരിട്ട്, അതായത് കൂടുതലായിട്ട് കൃഷിക്ക് പ്രാധാന്യം നൽകുന്ന രീതിയിലായിരിക്കണം നമ്മൾ പ്രൊഡക്ഷനും കാർഷിക മേഖലയിലും ഡെവലപ്മെൻറ്റ് കൊണ്ടുവരേണ്ടതെന്നാണ് കൗടില്യം പറയുന്നത്. നെക്സ്റ്റ്, ടാക്സേഷൻ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് സ്റ്റേറ്റ് റവന്യൂ. അദ്ദേഹം പറയാണ് ടാക്സേഷൻ വാസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് സ്റ്റേറ്റ് റവന്യൂ. അതായത് വരുമാനം ഉണ്ടാക്കാൻ, സംസ്ഥാനത്തിന് വരുമാനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിക്കുന്നത് ടാക്സുകളാണെന്നാണ് പറയുന്നത്. ഓക്കെ, അത് ശരിയാണ് അല്ലേ, ഏറെക്കുറെ ശരിയാണ്. കാരണം നമ്മൾ എന്തൊരു സാധനം വാങ്ങുമ്പോഴും വിൽക്കുമ്പോഴും ഒക്കെ നമുക്ക് ടാക്സ് ഈടാക്കുന്നുണ്ട് അല്ലേ. പക്ഷെ ഒരു പരിധി വരെ നമുക്ക് ടാക്സ് കൊടുക്കാൻ കഴിയും. പക്ഷെ ഒരുപാട് ടാക്സ് വരുമ്പോൾ നമുക്ക് ജനങ്ങൾക്ക് അത് വളരെ ബുദ്ധിമുട്ടാണ് അല്ലേ. കാരണം കൂടുതലായിട്ടും അവർക്ക് ചിലവ് വരികയാണ് അല്ലേ. അവർക്ക് ആകെ കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് കൂടുതലും ടാക്സ് കൊടുക്കുക എന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലേ. ഇപ്പോൾ പണ്ടൊക്കെ ജന്മികൾ ഭരിച്ചിരുന്ന കാലത്തൊക്കെ കൂടുതലായിട്ടും ഭൂനികുതി അതുപോലെ ടാക്സുകളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വന്നിട്ട് നമ്മൾ ഒരുപാട് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഒരുപാട് ജനങ്ങൾ വളരെയധികം ബുദ്ധിമുട്ടിലായിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ചൂഷണങ്ങളും ഒക്കെ സാമ്പത്തിക മാന്ദ്യം ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ടാക്സേഷനാണ് നമുക്ക് ശരിക്കും റവന്യൂ ഉണ്ടാക്കാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്. എങ്കിലും നമ്മൾ അത് ഓരോ രാജ്യത്തിൻ്റെയും അവിടെയുള്ള രാജ്യത്തിലുള്ള ആൾക്കാരുടെയും സാമ്പത്തിക ശേഷിക്ക് അനുസരിച്ച് മാത്രമായിരിക്കണം കരം പിരിച്ചെടുക്കേണ്ടത് അല്ലെങ്കിൽ ടാക്സ് ഈടാക്കേണ്ടത്. ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക ശേഷിക്കനുസരിച്ചും അവിടെയുള്ള ആൾക്കാരുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചും മാത്രമായിരിക്കണം. ഇപ്പോൾ കൗടില്യ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതിന് ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട് എന്നാണ്. നെക്സ്റ്റ് 5th പോയിൻ്റാണ് സ്ലേവറി ഷുഡ് ബി ബാൻഡ് അല്ലേ. എന്താണ് സ്ലേവറി? അടിമത്തം ഒഴിവാക്കണം അല്ലേ. അതായത് അദ്ദേഹം പറയണം തൊഴിലാളികൾക്ക് കരാർ അനുസരിച്ച് കൃത്യമായിട്ടുള്ള കൂലി വേതനം കൊടുത്തിരിക്കണം. അല്ലാതെ ഒരിക്കലും അടിമത്തത്തിലായിരിക്കരുത് അവർക്ക് ജോലി കൊടുക്കുന്നവർ. വെറും അടിമകളാക്കി നിർത്താതെ എന്താണ് അടിമത്തം ഒഴിവാക്കി അവർ പണിയെടുക്കുന്നതിന് അവർക്ക് കറക്റ്റായിട്ട് വേതനം കൊടുക്കണം എന്നാണ് കൗടില്യ അദ്ദേഹത്തിൻ്റെ അർത്ഥശാസ്ത്രത്തിൽ വിവരിക്കുന്നത്. ഇത്രയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ള അർത്ഥശാസ്ത്രത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ള മെയിൻ പോയിന്റുകൾ. ഇത് കൂടാതെ കുറച്ച് ഒപ്പീനിയൻസ് കൂടി അദ്ദേഹത്തിനുണ്ട്. എന്തൊക്കെയാണ്? സാമ്പത്തിക ശാസ്ത്രത്തിൽ പീപ്പിൾസ് വെൽഫെയർ. എന്താണ് വെൽഫെയർ? ക്ഷേമം അല്ലേ. അപ്പോൾ ജനക്ഷേമമായിരിക്കണം നമ്മളുടെ സാമ്പത്തിക ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെയും അതുപോലെ തന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെയും അടിസ്ഥാന ലക്ഷ്യം എന്ന് പറയുന്നത് പീപ്പിൾസ് വെൽഫെയർ ആയിരിക്കണം. അതായത് ജനക്ഷേമമായിരിക്കണം. ഒരിക്കലും അത് ജനങ്ങൾക്കും കൂടി നല്ല രീതിയിൽ ആകുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡെവലപ്മെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് ടു പ്രൊമോട്ട് സെൽഫ് സഫിഷ്യൻസി ആൻഡ് സെൽഫ് റിലയൻസ് അറ്റ് നാഷണൽ ലെവൽ. എന്താണ്? രാജ്യത്തിൻ്റെ സ്വയം പര്യാപ്തത അല്ലെ, സെൽഫ് സഫിഷ്യൻസി അതുപോലെ തന്നെ സെൽഫ് റിലയൻസ്,
ഇത് രണ്ടും നമുക്ക് രാജ്യത്തിനെ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. സെൽഫ് സഫിഷ്യൻസി, അതായത് സ്വയം പര്യാപ്തതയിലേക്ക് എത്താനും അല്ല ഡിപ്പെൻഡൻസി, നമ്മളിപ്പോഴും ഡെവലപ്പിംഗ് കൺട്രിയിൽ നിന്ന് ഡെവലപ്മെൻറ്റിലേക്ക് മാറാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് അല്ലേ. അപ്പോൾ അങ്ങനെ എത്താനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ദെൻ പ്രൊവൈഡ് സബ്സിഡീസ് ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്. അദ്ദേഹം സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണ്? അഗ്രികൾച്ചറിൻ്റെയും അതുപോലെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കും സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യാൻ. കാരണം ആ രീതിയിൽ നമുക്ക് ജനങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ സബ്സിഡീസ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഒപ്പീനിയൻ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ അതുകൂടാതെ അദ്ദേഹം പറയാണ് ശരിക്കും എല്ലാ കാര്യങ്ങളും നിയന്ത്രണ അടിസ്ഥാനത്തിലായിരിക്കണം, കൺട്രോളബിൾ ആയിരിക്കണം എല്ലാ കാര്യങ്ങളും എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അതിപ്പോൾ തൊഴിലാളികളുടെ കാര്യത്തിലായാലും കാർഷിക മേഖലയായാലും ഇൻഡസ്ട്രിയൽ മേഖലയെല്ലാം എന്തെങ്കിലും കൺട്രോളബിൾ ആയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ആശയത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം അർത്ഥശാസ്ത്രം എന്ന് പറഞ്ഞിട്ടുള്ള കൃതിയിൽ പറഞ്ഞിട്ടുള്ളതാണ്. ഇത്രയൊക്കെയാണ് നമുക്ക് കൗടില്യനെ കുറിച്ച് പറയാനുള്ളത്. ആരാണ് കൗടില്യ? കൗടില്യ ഈസ് ആൾസോ നോൺ ആസ് ചാണക്യ ആൻഡ് വിഷ്ണുഗുപ്ത. അദ്ദേഹത്തിന് വേറെ രണ്ട് പേരുകളുണ്ട്. ചാണക്യ ആൻഡ് വിഷ്ണുഗുപ്ത. അദ്ദേഹം ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പ്രധാനമന്ത്രിയായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൂടാതെ അദ്ദേഹം ഒരു അധ്യാപകനും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ഫേമസ് കൃതിയാണ് അർത്ഥശാസ്ത്രം എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് അദ്ദേഹം എക്കണോമിക്സിനെ കുറിച്ചിട്ടും എക്കണോമിക് ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ടും പറയുന്നത്. ഇനി നെക്സ്റ്റ് എക്കണോമിക് തോട്ട്സ് ഓഫ് ദാദാഭായ് നവറോജി. ഈ പേര് നിങ്ങൾ കേൾക്കാൻ ചാൻസ് ഉള്ളൊരു പേരാണ്. അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ലീഡറാണ് അദ്ദേഹം, ദാദാഭായ് നവറോജി. 1825 to 1917. ഓക്കെ, അപ്പോൾ ആരാണ് ദാദാഭായ് നവറോജി? ഹി വാസ് എ ഗ്രേറ്റ് എഡ്യൂക്കേറ്റർ, പൊളിറ്റീഷ്യൻ, സോഷ്യൽ ലീഡർ ആൻഡ് ഇൻ്റലക്ച്വൽ പേഴ്സണാലിറ്റി അല്ലേ. അദ്ദേഹം ഒരു സോഷ്യൽ ലീഡറും ആയിരുന്നു, അതുപോലെ തന്നെ പൊളിറ്റീഷ്യനും കൂടിയായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഏഷ്യൻ ടു ബിക്കം എ മെമ്പർ ഓഫ് പാർലമെൻറ്റ്. എന്താണ്? പാർലമെൻറ്റിലെ ആദ്യത്തെ ഏഷ്യക്കാരൻ എന്ന് അറിയപ്പെടുന്നത് ദാദാഭായ് നവറോജിയാണ്. പാർലമെൻറ്റിൽ അംഗമായിട്ടുള്ള ആദ്യത്തെ ഏഷ്യക്കാരനാണ്. ഇന്ത്യക്കാരനും കൂടി അല്ല കേട്ടോ, ഏഷ്യയിൽ ഫസ്റ്റ് ആയിട്ട് പാർലമെൻറ്റിലെ മെമ്പറായിട്ടുള്ളത് ദാദാഭായ് നവറോജിയാണ്. നെക്സ്റ്റ്, ഫസ്റ്റ് ഇന്ത്യൻ ടു എസ്റ്റിമേറ്റ് ദ നാഷണൽ ഇൻകം ഓഫ് ഇന്ത്യ. ഇന്ത്യയുടെ ദേശീയ വരുമാനം, നാഷണൽ ഇൻകം കണക്കാക്കിയ ആദ്യ ഇന്ത്യക്കാരൻ എന്ന പദവി അദ്ദേഹത്തിനുണ്ട്. ദാദാഭായ് നവറോജിയാണ് അദ്ദേഹത്തിൻ്റെ നമ്മുടെ നാഷണൽ ഇൻകം ആദ്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്തത്. ദെൻ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷൻസ്, അദ്ദേഹത്തിൻ്റെ കൃതി എന്താണ്? ഫേമസ് ആയിട്ടുള്ളൊരു കൃതിയാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. 1991 അദ്ദേഹം ഈ പറയുന്ന ബുക്ക് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. ഓക്കെ, അപ്പോൾ എല്ലാവരും ദാരിദ്ര്യത്തിനെ കുറിച്ചിട്ടും അതുണ്ടാവാനുള്ള കാരണങ്ങളെ കുറിച്ചിട്ടും അതിനെ ചെറുക്കാനുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കൂടുതലായിട്ട് സ്റ്റഡി ചെയ്യുന്നത്. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലൂടെ മാത്രമേ നമുക്ക് വെൽത്ത് അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ എന്നാണ് ഇവരെല്ലാവരും അവകാശപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ വേറൊരു സിദ്ധാന്തമാണ്, ഫേമസ് ആയിട്ടുള്ളൊരു സിദ്ധാന്തമാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത്. ചിലപ്പോൾ നമുക്ക് എക്സാമിന് ചോദിക്കാം. ഡ്രെയിൻ ഓഫ് വെൽത്ത് ദാദാഭായ് നവറോജിയുടെ ഫേമസ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ്, അദ്ദേഹത്തിൻ്റെ ഒരു കൃതിയും കൂടിയാണ് കേട്ടോ. ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് വെച്ചാൽ എന്താണ്? ചൂഷണ സിദ്ധാന്തം. അതായത് മെയിനായിട്ട് എന്താ പറയുന്നത് വെച്ചാൽ നമ്മളുടെ ഇന്ത്യയിലുള്ള എല്ലാ കാര്യങ്ങളും ബ്രിട്ടീഷേഴ്സ് ഇവിടെ നിന്ന് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്തു അല്ലേ, ചൂഷണം ചെയ്ത് കൊണ്ടുപോയി. ഇവിടെയുള്ള നമ്മുടെ ഇൻഡസ്ട്രിയൽ സെക്ടേഴ്സ് ആയാലും അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ മൊത്തം വിഭവങ്ങളും അവർ ഇവിടെ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമുക്ക് രാജ്യത്തിന് സാമ്പത്തിക മാന്ദ്യം നേരിടേണ്ടി വരികയും നമ്മൾ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ച് ഇപ്പോഴും നമ്മളൊരു ഡെവലപ്പിംഗ് കൺട്രി നിൽക്കാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഒരുപാട് കാലം ഭരിച്ചിരുന്നു. ആ സമയത്ത് അവർ ഇവിടെ നിന്നുള്ള ഒരുപാട് വിഭവങ്ങൾ അവരുടെ രാജ്യത്തിലേക്ക് ചൂഷണം ചെയ്ത് കൊണ്ടുപോവുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ പറയുന്നതാണ് ഡ്രെയിൻ ഓഫ് വെൽത്ത് എന്ന് പറയുന്നത്. ഇനി ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ഡ്രെയിൻ ഓഫ് വെൽത്ത്. എന്തൊക്കെയാണ് ഇങ്ങനെ കൊണ്ടുപോകാനുള്ള കാരണം, അല്ലെങ്കിൽ ഇങ്ങനെ ചൂഷണം സംഭവിക്കാനുള്ള കാരണങ്ങൾ, അല്ലെങ്കിൽ എന്താണ് ഇങ്ങനെയുള്ള സാമ്പത്തിക മാന്ദ്യത്തിനുള്ള കാരണം എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് അവർ ചെയ്തിരുന്നത്? ലാർജ് റെമിറ്റൻസ് ഇൻ ദ ഫോം ഓഫ് സാലറി ആൻഡ് പെൻഷൻ.
സാലറിയുടെ പേരിലും പെൻഷൻ്റെ പേരിലും ഒരുപാട് കൊള്ളയടി അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് സാലറി അവർ ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഭരിക്കുന്ന സമയത്ത് അവർക്ക് ഇവിടെ ഭരിക്കുന്നതിന് നമുക്ക് സാലറി കൊടുക്കേണ്ടതായിട്ടുണ്ടല്ലോ. അപ്പോൾ സാലറി എന്ന് പറഞ്ഞിട്ടും പെൻഷൻ ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഭരിച്ചു കഴിഞ്ഞ് പോയാലും അവർക്ക് അതിന് വേണ്ട പെൻഷൻ എന്ന് പറഞ്ഞിട്ടും ആ പേരിലും അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പൈസ നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ടുണ്ട്. ദെൻ പേയ്മെൻറ്റ് ഫോർ ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ ഇൻ ബ്രിട്ടൻ ആൻഡ് ഇന്ത്യ. എന്താണ്, ഇന്ത്യയിൽ നിന്നുള്ള സർക്കാർ ചെലവുകൾ, ഇന്ത്യയിൽ നിന്നുള്ള ചെലവുകൾ ബ്രിട്ടീഷിലേക്ക് കൊണ്ടുവരുന്ന ബ്രിട്ടീഷേഴ്സിന് കൊടുക്കണം എന്നുള്ളതാണ്. അതായത് അവരിവിടെ ഭരിക്കുമ്പോൾ അവർക്കുണ്ടായ ചെലവുകൾ അവർക്ക് ഇന്ത്യൻ ഗവൺമെൻറ് കൊടുക്കണം, അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാർ ബ്രിട്ടീഷേഴ്സിന് കൊടുക്കണം എന്നാണ് പറയുന്നത്. ദെൻ ഫ്രീ ട്രേഡ് പോളിസി അവർ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് കേട്ടോ ഈ പറയുന്നത്. ഈ 2 കാര്യങ്ങൾ കൊണ്ടാണ് ഒരുപാട് നമുക്ക് ചൂഷണം നേരിടേണ്ടി വന്നിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഫ്രീ ട്രേഡ് പോളിസി, സെക്കൻഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഓക്കെ, ഫ്രീ ട്രേഡ് പോളിസി എന്താണ് കേട്ടിട്ടുണ്ടോ? ഫ്രീ ട്രേഡ് പോളിസി എന്ന് വെച്ചാൽ ഇത് സ്വതന്ത്ര വിപണി എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ്റിന് യാതൊരു അവകാശമോ അല്ലെങ്കിൽ ഒരു നിയന്ത്രണമോ കാര്യങ്ങളോ ഒന്നും വിപണിയുടെ മേലുണ്ടാവില്ല. മൊത്തം ആർക്കായിരിക്കും, ബ്രിട്ടീഷേഴ്സിനായിരിക്കും. ഫ്രീ ട്രേഡ് പോളിസി എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര വിപണി, ആർക്കും നികുതി ആയാലും അല്ലെങ്കിൽ വേറെ എന്ത് കാര്യത്തിനും, അല്ലെങ്കിൽ പ്രൈസ് ഫിക്സ് ചെയ്യുക ആയിക്കോട്ടെ, നികുതി വിരിക്കുക ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊരു തീരുമാനത്തിലും ഗവൺമെൻറ്റിന് യാതൊരു ഇടപെടലും ഈ പറയുന്ന ഫ്രീ ട്രേഡ് പോളിസി പ്രകാരം ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവർ മുന്നോട്ട് വെച്ച ഒരു ആശയമാണ് ഫ്രീ ട്രേഡ് പോളിസി. ഇത് പ്രകാരം സ്വതന്ത്ര വിപണി, ആർക്കും എവിടെയും വിപണി ചെയ്യാം. അപ്പോൾ പുറത്തു നിന്നുള്ള ആർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്നിട്ട് ഇമ്പോർട്ട് ചെയ്യാം, എക്സ്പോർട്ട് ചെയ്യാം, അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാം. ഇതിനൊന്നും ആരുടെയും അനുവാദം ഒന്നും ചോദിക്കേണ്ട ആവശ്യമായിട്ടില്ല. അതാണ് ഫ്രീ ട്രേഡ് പോളിസി. അപ്പോൾ ഇവർ മുന്നോട്ട് വെച്ചൊരു ഈ ഒരു ഫ്രീ ട്രേഡ് പോളിസി കാരണം നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി, മൊത്തം നമ്മൾ ഈ ഒരു നികുതിയുടെ ചുമതല നമ്മളെ ഏൽപ്പിച്ചത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ പേരിൽ ഒരുപാട് നമ്മളുടെ ഇന്ത്യൻ കമ്പനി ആയിട്ട് കൂടിയിട്ട് നമ്മളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പൈസകൾ അവർ ഇതേപോലെ ചൂഷണം ചെയ്ത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നമ്മളുടെ ഇന്ത്യയുടെ കമ്പനിയാണ്, പക്ഷേ നികുതിയുടെ പേരിൽ ഇവരും ഒരുപാട് വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 2 കാരണങ്ങൾ കൊണ്ട് നമ്മളെ ചൂഷണം ചെയ്തു എന്ന് വേണം നമുക്ക് പറയാൻ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡ്രെയിൻ ഓഫ് വെൽത്തിൽ ഇദ്ദേഹം ദാദാഭായ് നവറോജി പറയുന്നത്. ഡ്രെയിൻ ഓഫ് വെൽത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്, എന്ത് കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് ചൂഷണം നേരിട്ടത്, എന്തുകൊണ്ടാണ് സാമ്പത്തിക മാന്ദ്യം ഉണ്ടാവും, കാരണം എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, ഹൈ സാലറി ആൻഡ് പെൻഷൻ അല്ലേ. ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഭരിച്ചതിന് നമുക്ക് ഹൈ സാലറി അതുപോലെ പെൻഷൻ കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ അവരിവിടെ ചെലവഴിച്ചതിനും അവർക്ക് ഇവിടെ ചിലവായ പൈസകൾ അവർക്ക് ഇന്ത്യ തിരിച്ചു കൊടുക്കേണ്ടതായിട്ട് വന്നു. അതുപോലെ തന്നെ ഫ്രീ ട്രേഡ് പോളിസി, സ്വതന്ത്ര വിപണി എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് രാജ്യങ്ങൾ തമ്മിൽ തടസ്സമില്ലാതെ ട്രേഡ് ചെയ്യാനുള്ള ഒരു അനുവാദം, ഒരു പെർമിറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫ്രീ ട്രേഡ് പോളിസി അവർ നടപ്പിലാക്കിയത് വളരെയധികം തിരിച്ചടിയായി ഇന്ത്യക്ക്. ദെൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അവരെ ഏൽപ്പിച്ചത്. പക്ഷേ അവർ പോലും നമ്മളെ ചതിച്ച് നമ്മുടെ സമ്പത്ത് കൊള്ളയടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡ്രെയിൻ ഓഫ് വെൽത്തിൽ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സാമിന് വരും, നോക്കി വയ്ക്കുക. നെക്സ്റ്റ്, നവറോജിസ് മെഷർ ഫോർ റെഡ്യൂസിങ് ഇന്ത്യൻ പോവർട്ടി. അപ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചത്, അല്ലെങ്കിൽ അദ്ദേഹം എന്തൊക്കെ പരിഹാരങ്ങളാണ് മുന്നോട്ട് വെച്ചത് എന്നാണ് പറയുന്നത് ഇതിൻ്റെ ബുക്കിൽ. എന്നാൽ ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും അല്ലേ, റെമഡീസ് എന്താണ്, ഇന്ത്യൻ ആൻഡ് ബ്രിട്ടൻ ഷുഡ് പേ ആൾ ഇന്ത്യൻ ആൻഡ് ബ്രിട്ടീഷ് ഷുഡ് പേ ആൾ സാലറീസ് ടു ദെയർ പീപ്പിൾ. എന്താണ്, ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും എന്തായാലും എന്ത് ചെയ്തിരിക്കണം, അവരുടെ പീപ്പിൾസിനും അല്ലേ, അതായത് ഇന്ത്യയിലുള്ള തൊഴിലാളികൾക്ക് അവരുടെ സാലറി കൊടുത്തിരിക്കണം. അത് ബ്രിട്ടീഷുകാരുടെ തൊഴിലാളികൾക്കും എന്തിരിക്കണം, കറക്റ്റായിട്ട് അവരുടെ ശമ്പളം കൊടുക്കുക എന്നുള്ളതാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനുള്ള. അപ്പോൾ ഇന്ത്യയിലുള്ള തൊഴിലാളികളുടെ ശമ്പളം പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതും തിരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ അവരുടെ തൊഴിലാളികൾക്കും സാലറി തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ദാരിദ്ര്യം ഇല്ലാതാക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെ കാര്യം. 2, നോ നീഡ് ടു പേ പെൻഷൻ ടു ബ്രിട്ടീഷേഴ്സ്. എന്താണ് രണ്ടാമത്തെ കാര്യം, പെൻഷൻ നിർത്തലാക്കുക എന്നുള്ളതാണ്.
എന്താണ് ഇവിടെ അവർ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ അവർ വർക്ക് ചെയ്തതിന് നമുക്ക് എന്ത് കൊടുക്കാൻ കഴിയും? സാലറി കൊടുക്കാൻ കഴിയും അല്ലേ? അപ്പോൾ അതല്ലാതെ പെൻഷൻ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അവർക്ക് വേണ്ട ശമ്പളം മാത്രം കൊടുത്തിട്ട് എന്ത് സ്റ്റോപ്പ് ചെയ്യാം? പെൻഷൻ നിർത്തലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഒരു റെമഡിയായിട്ട് അദ്ദേഹം പറയുന്നത്. ദെൻ തേർഡ്, ഇന്ത്യ ഷുഡ് നോട്ട് പേ മണി ഫോർ മെയിൻ്റനൻസ് ഓഫ് നേവി. അതായത് എന്താണ്, നമുക്ക് നാവികസേനയ്ക്ക് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ മെയിൻ്റനൻസ് പേ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ആ കാലത്ത് ആ ഒരു മേഖലയിൽ നിന്നുള്ളൊരു ആക്രമണം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് തന്നെ, ആക്രമണ ഭീഷണി ഇല്ലാത്തത് കൊണ്ട് തന്നെ വെറുതെ ഒരു മെയിൻ്റനൻസ് പേ എന്ന് പറഞ്ഞിട്ട് നാവികസേനയ്ക്ക് നമ്മൾ പേ ചെയ്യേണ്ടതില്ല. അതൊരു അനാവശ്യ ചെലവാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ, ട്രെയിൻ ഓഫ് വെൽത്തിൽ മൂന്നാമത്തെ പോയിന്റാണ് ഫ്രീ ട്രേഡ് പോളിസി. ഫ്രീ ട്രേഡ് പോളിസി എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ, രാജ്യങ്ങൾ തമ്മിൽ തടസ്സമില്ലാതെ വിപണി നടത്തുക, അല്ലെങ്കിൽ വാണിജ്യം നടത്തുക അല്ലേ? അതായത് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് നമുക്ക് എക്സാമ്പിളായിട്ട് പറയാം. അതായത് നമുക്ക് എക്സ്പോർട്ട് ചെയ്യണമെങ്കിലും ഇമ്പോർട്ട് ചെയ്യണമെങ്കിലും ഒരുപാട് പെർമിറ്റുകളും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഫ്രീ ട്രേഡ് പോളിസി അനുസരിച്ച് അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു ലൈസൻസിൻ്റെയോ അല്ലെങ്കിൽ കോട്ടയുടെയോ അല്ലെങ്കിൽ ടാക്സ് അല്ലെങ്കിൽ പെർമിറ്റ് ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ തടസ്സങ്ങളൊന്നും ഫ്രീ ട്രേഡ് പോളിസി പ്രകാരം ഇരു രാജ്യങ്ങൾക്കും ഉണ്ടാവില്ല. ഇപ്പോൾ ബ്രിട്ടീഷേഴ്സിനാണെങ്കിൽ അവർക്ക് ഇവിടെ വന്ന് വാണിജ്യം നടത്താൻ ആരുടെയും ആവശ്യമോ അല്ലെങ്കിൽ പെർമിറ്റിൻ്റെ കാര്യങ്ങളും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് അവിടേക്ക് പോവുകയാണെങ്കിലും അതില്ല. അതായത് തടസ്സമില്ലാതെ വിപണനം നടത്താൻ വേണ്ടിയിട്ടാണ് ഫ്രീ ട്രേഡ് പോളിസി അവർ മുന്നോട്ട് വെച്ചത്. അതുകൊണ്ട് തന്നെ നോ കോട്ട, ടാക്സ്, അതുപോലെ ഇമ്പോർട്ട് ഡ്യൂട്ടി, എക്സ്പോർട്ട് ഡ്യൂട്ടി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർ ഈ ഫ്രീ ട്രേഡ് പോളിസി പ്രകാരം ഈടാക്കിയിട്ടില്ല. അപ്പോൾ അതാണ് ഫ്രീ ട്രേഡ് പോളിസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ്, ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്താണ്? നികുതി പിരിക്കാനായിട്ട് അവർ നിയമിച്ചിട്ടുള്ളൊരു കമ്പനിയായിരുന്നു. പക്ഷെ അതും ഇന്ത്യയെ ചൂഷണം ചെയ്യുകയായിരുന്നു. പിന്നീട് ഉണ്ടായിരുന്ന ഈ രണ്ട് കാരണങ്ങൾ ബ്രിട്ടീഷേഴ്സ് മുന്നോട്ട് വെച്ച മെയിനായിട്ടുള്ള രണ്ട് പോളിസികളായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്കാണ് നവറോജീസ് മെഷേഴ്സ് ഫോർ റെഡ്യൂസിങ് ഇന്ത്യൻ പോവർട്ടി. ദാരിദ്ര്യം ഇല്ലാതാക്കാൻ അദ്ദേഹം എന്തൊക്കെ പരിഹാര മാർഗങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ആൻഡ് ബ്രിട്ടീഷ് ഷുഡ് പേ ഓൾ സാലറീസ്. എന്തൊക്കെയാണ് മെഷേഴ്സ് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഇന്ത്യൻ ആൻഡ് ബ്രിട്ടൻ ഷുഡ് പേ ആൾ സാലറീസ് ടു ദെയർ പീപ്പിൾ. എന്നാണ് ബ്രിട്ടീഷുകാരും അവരുടെ തൊഴിലാളികൾക്ക്, അവരുടേതായുള്ള തൊഴിലാളികൾക്ക് അവരുടെ രാജ്യത്തിൽ അവരെന്ത് ചെയ്യണം? സാലറീസ് കൊടുക്കുക അല്ലെ? പെൻഡിങ് ആയി കിടക്കുന്നതും കറക്റ്റായിട്ട് അവരുടെ വേതനം കൊടുക്കുക. ഇന്ത്യക്കാർ അവരുടെ തൊഴിലാളികൾക്കും അതുപോലെ ബ്രിട്ടൻ അവരുടെ തൊഴിലാളികൾക്കും എന്ത് ചെയ്യുക? സാലറി കറക്റ്റായിട്ട് കൊടുക്കുക. സെക്കൻഡ്, നോ നീഡ് ടു പേ പെൻഷൻ ടു ബ്രിട്ടീഷേഴ്സ്. എന്താണ്? ബ്രിട്ടീഷേഴ്സിന് കൊടുക്കുന്ന പെൻഷൻ നിർത്തലാക്കുക എന്നുള്ള രണ്ടാമത് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം എന്ന് പറയുന്നത്. കാരണം ഇവിടെ ബ്രിട്ടീഷേഴ്സ് ഇവിടെ ഭരണം നടത്തിയതിന് നമ്മൾ സാലറി കൊടുക്കാം അല്ലേ? അവർക്ക് ശമ്പളം കൊടുക്കാം. അതല്ലാതെ അതിൽ കൂടുതലായിട്ട് പെൻഷനൊന്നും അവർക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സമ്പ്രദായം നിർത്തലാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചു. തേർഡ്, ഇന്ത്യ ഷുഡ് നോട്ട് പേ മണി ഫോർ മെയിൻ്റനൻസ് ഓഫ് നേവി. എന്താണ്? നമുക്ക് ആ കാലത്ത് നാവികസേനയിൽ നാവികസേനയിലുള്ള ആക്രമണത്തിന് തീരെ ചാൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ അങ്ങനൊരു മെയിൻ്റനൻസ് പേ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ക്യാഷ് നമുക്ക് ആ ഒരു മേഖലയിലേക്ക് കൊടുക്കേണ്ടതായിട്ടില്ല. ഇതൊരു അനാവശ്യ ചെലവാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. ശരി തന്നെയാണ് അല്ലേ? നമുക്ക് എന്താണ്, കടൽ മാർഗം വരുന്ന ആക്രമണം വളരെ കുറവായത് കൊണ്ട് തന്നെ ആ ഒരു മേഖലയിലേക്ക് മെയിൻ്റനൻസ് ഫീ എന്ന് പറഞ്ഞിട്ട് കറക്റ്റായിട്ടൊരു എമൗണ്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് അനാവശ്യമായൊരു ചിലവാണ്. അതിൽ അങ്ങനെ ഒരു ആക്രമണം വരാനുള്ള ചാൻസ് തന്നെ വളരെ കുറവായിരുന്നു എന്നാണ് അദ്ദേഹം ആ കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നിർത്തലാക്കാനും അദ്ദേഹം നിർദ്ദേശിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ 3 കാര്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഓക്കെ, അപ്പോൾ ദാദാഭായ് നവറോജി ആരാണ്? അദ്ദേഹത്തിൻ്റെ മെയിൻ ഒരു പ്രിൻസിപ്പിളാണ് ട്രെയിൻ ഓഫ് വെൽത്ത്, ഒരു കൃതിയാണ് ട്രെയിൻ ഓഫ് വെൽത്ത് സിദ്ധാന്തം എന്ന് പറയുന്നത്. അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ പബ്ലിക്കേഷനാണ് പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ. അപ്പോൾ ഇത്രയൊക്കെയാണ് ദാദാഭായ് നവറോജി പറയുന്നത്. നെക്സ്റ്റ് 2 ആൾ നമ്മൾ പറഞ്ഞു അല്ലേ? 2 ആളാണോ അല്ലെ? 3 ആൾ. അടുത്ത ആളാണ് എക്കണോമിക് തോട്ട്സ് ഓഫ് മഹാദേവ് ഗോവിന്ദ് റാനഡെ.
1840 to 291. മഹാദേവ് ഗോവിന്ദ് റാനഡെ. അപ്പോൾ അടുത്ത എക്കണോമിസ്റ്റ് ആയിട്ടുള്ള റാനഡയുടെ അദ്ദേഹം ഒരു ഗ്രേറ്റ് എക്കണോമിസ്റ്റ് ആൻഡ് ലോയർ കൂടിയാണ് കേട്ടോ. ദെൻ ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, ഇദ്ദേഹത്തിൻ്റെ കൃതിയാണ് എസ്സേ ഓൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ എക്കോണമി. 1898 അദ്ദേഹം പ്രസിദ്ധീകരിച്ച കൃതിയാണ് എസ്സേ ഓൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറയുന്നത് കേട്ടോ. ഇനി ആ ഒരു ബുക്കിൽ അദ്ദേഹം എന്തൊക്കെയാണ് ഈ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി അദ്ദേഹം മുന്നോട്ട് വെച്ച മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിൽ എങ്ങനെയാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ റാനഡയുടെ അഭിപ്രായത്തിലും മേജറായിട്ട് അദ്ദേഹം കണ്ടെത്തിയത് പോവർട്ടി തന്നെയാണ്, ദാരിദ്ര്യമാണ് എല്ലാത്തിനും കാരണം. അപ്പോൾ അതില്ലാതാക്കിയാലേ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് വയ്ക്കാൻ കഴിയുള്ളൂ എന്നാണ് അദ്ദേഹവും പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്താണ്, മേജർ റീസൺ ഫോർ പോവർട്ടി ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ദാരിദ്ര്യത്തിനുള്ള പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് വൺ, ലാൻഡ് പോളിസി ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. സെക്കൻഡ്, ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ. തേർഡ്, അൺഓർഗനൈസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. ഫോർത്ത്, ബാക്ക്വേർഡ്നെസ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. ഇങ്ങനെ 4 കാരണങ്ങളാണ് മെയിനായിട്ട് പോവർട്ടിക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഫസ്റ്റ് എന്താണ്, ലാൻഡ് പോളിസി ഓഫ് ബ്രിട്ടീഷ് ഗവൺമെൻറ്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ ഭൂനിയമങ്ങൾ, അദ്ദേഹം ഒരുപാട് നികുതിയും കാര്യങ്ങളൊക്കെ വന്നിട്ടും അതുപോലെ തന്നെ അവരുടെ കൂടുതലായിട്ട് വലിയ ഹൈ നികുതി ചുമത്തിയിട്ടും അങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ടുള്ള എക്സ്പ്ലോയിറ്റേഷനാണ് അദ്ദേഹം പറയുന്നത്. അത് ദാരിദ്ര്യത്തിലേക്ക് നയിച്ചു എന്ന് പറയുന്നുണ്ട്. സെക്കൻഡ്, ഡിപ്പെൻഡൻസ് ഓൺ അഗ്രികൾച്ചർ. കൂടുതലായിട്ട് നമ്മൾ അഗ്രികൾച്ചർ സെക്ടറിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതും ദാരിദ്ര്യത്തിന് കാരണമാകുന്നുണ്ട്. കാരണം ഒരു സെക്ടറിനെ മാത്രം നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് നഷ്ടം വന്നു കഴിഞ്ഞാൽ നമുക്ക് മൊത്തം അത് കൺട്രിയെ ബാധിക്കും. അപ്പോൾ എപ്പോഴും നമ്മളുടെ ഒരു റവന്യൂ എന്ന് പറയുന്നത് എല്ലാ മേഖലയും കൂടി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിക്കണം. ഒരു മേഖല മാത്രം നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ലോസ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് മൊത്തം കൺട്രിയെ ബാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. തേർഡ്, അൺഓർഗനൈസ്ഡ് ക്രെഡിറ്റ് സിസ്റ്റം. എന്താണ്, വായ്പാ സഹായം. അതായത് അൺഓർഗനൈസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു കറക്റ്റ് ഓർഡറിലല്ലാത്ത വളരെയധികം വലിയ തുകകളും ഭീമമായ തുകകളൊക്കെ സഹായമായിട്ട് കൊടുക്കുന്നതും ഗവൺമെൻറ്റിന് അല്ലെങ്കിൽ രാജ്യത്തിന് എന്താണ് നഷ്ടം അല്ലെങ്കിൽ പോവർട്ടിയിലേക്ക് നയിക്കാൻ കാരണമാകുന്നു. ദെൻ ഫോർത്ത്, ബാക്ക്വേർഡ്നെസ് ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രീസ്. അതായത് നമ്മൾ പറഞ്ഞു കൂടുതലും നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിലേക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് കൊണ്ട് തന്നെ ഏറ്റവും ഇൻഡസ്ട്രിയൽ സെക്ടർ കൂടുതലും പിന്നോക്ക രീതിയിലാണ്. അതായത് കൂടുതൽ അവർക്ക് വേണ്ട വികസനങ്ങളോ അതിന് വേണ്ട വിഭവങ്ങളോ കിട്ടാനില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതലും അഗ്രികൾച്ചറിൽ മാത്രം ഫോക്കസ് കൊടുക്കുന്നതിൻ്റെ വ്യവസായ മേഖല കൂടുതൽ ബാക്കിലേക്ക് പിന്നോക്കാവസ്ഥയിലേക്ക് പോകാൻ കാരണമായി. അപ്പോൾ ഇതൊക്കെ ദാരിദ്ര്യത്തിന് കാരണമാണ് എന്നാണ് റാനഡെ പറയുന്നത്. റെമഡീസ് സജസ്റ്റഡ് ബൈ റാനഡെ ഒരുപാട് പരിഹാരങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ഇങ്ങനെ ദാരിദ്ര്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഹി വാസ് അഗെയിൻസ്റ്റ് ഫ്രീ ട്രേഡ് പോളിസി, ലേസസ് ഫെയർ പോളിസി ആൻഡ് മാർക്കറ്റ് എക്കോണമി. നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ ഫ്രീ ട്രേഡ് പോളിസി എന്താണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ്, 2 രാജ്യങ്ങൾ തമ്മിൽ വിപണനം അല്ലെങ്കിൽ വാണിജ്യം നടത്താനുള്ള തടസ്സമില്ലാതെ വാണിജ്യം നടത്താനുള്ള ഒരു പോളിസിയാണ് ഫ്രീ ട്രേഡ് പോളിസി. ഇവിടെ നമുക്ക് ഒരു പെർമിറ്റോ ലൈസൻസോ അല്ലെങ്കിൽ എക്സ്പോർട്ട് ഡ്യൂട്ടിയോ ടാക്സോ ഒരു കാര്യങ്ങളും പ്രൊഡക്റ്റിനോ അല്ലെങ്കിൽ ഇതിനൊന്നും ട്രാൻസാക്ഷനൊന്നും ഉണ്ടായിരിക്കുന്നതല്ല. സെക്കൻഡ്, ലൈസൻസ് ഫെയർ പോളിസി. ലൈസൻസ് ഫെയർ പോളിസി എന്ന് വെച്ചാൽ എന്താണ്, അതായത് ഇവിടെ ഗവൺമെൻറ്റിന് യാതൊരു പ്രാധാന്യം ഉണ്ടായിരിക്കില്ല. അതായത് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ടാക്സ് ഫിക്സ് ചെയ്യുന്നതായിക്കോട്ടെ ഒരു കാര്യത്തിലും ഗവൺമെൻറ്റിന് ഒരു ഇടപെടലോ കാര്യങ്ങളോ ഉണ്ടായിരിക്കില്ല. മൊത്തം കാര്യങ്ങളും സ്വതന്ത്രമായി ചെയ്യുക എന്നതാണ് ലൈസൻസ് ഫെയർ പോളിസി പറയുന്നത്. ആൻഡ് മാർക്കറ്റ് എക്കോണമി. മാർക്കറ്റ് പരമായിട്ടുള്ള മൊത്തം കാര്യങ്ങൾ പ്രൈവറ്റ് സെക്ടർ ഏറ്റെടുക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ. അപ്പോൾ ഇതിന് 3നും അദ്ദേഹം എതിരായിരുന്നു. ഫ്രീ ട്രേഡ് പോളിസിക്കായാലും ലൈസൻസ് ഫെയർ ആയാലും മാർക്കറ്റ് എക്കോണമി ആണെങ്കിലും അദ്ദേഹം ഇത് 3നും എതിരായിരുന്നു. അപ്പോൾ ഇത് 3 നിർത്തലാക്കണം എന്നാണ് അദ്ദേഹം ആദ്യം പറഞ്ഞത്. സെക്കൻഡ്, സെറ്റിൽമെൻറ്റ് ഓഫ് ലാൻഡ് ടെനർ ആൻഡ് ഓണർഷിപ്പ് സിസ്റ്റം ഫോർ ദ ബെനിഫിറ്റ് ഓഫ് ഫാർമേഴ്സ്. എന്താണ് ഇതിൽ പറയുന്നത്, എന്താണ് ഓണർഷിപ്പ് സിസ്റ്റം ലാൻഡിൻ്റെ അല്ലേ
അതായത് ലാൻഡിൻ്റെ അവകാശം, ഭൂ ഉടമസ്ഥാവകാശം ആയിരിക്കണം ഫാർമേഴ്സിന് കൊടുക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അതായത് അവരാണ് അവിടെ കൃഷി ഇറക്കുന്നതും അത് പരിപാലിക്കുന്നതും. അപ്പോൾ അത് ആർക്ക് ബെനിഫിറ്റ് കൂടുതൽ ഉള്ളതായിരിക്കണം, ഫാർമേഴ്സിനും കൂടി ബെനിഫിറ്റ് ഉള്ളതായിരിക്കണം ഭൂനിയമങ്ങൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. നെക്സ്റ്റ്, ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. ഫ്രീ ട്രേഡ് പോളിസി നിർത്തലാക്കാം, ലേസസ് ഫെയർ നിർത്തലാക്കാം, അതുപോലെ തന്നെ ഓണർഷിപ്പ് ഫാർമേഴ്സിനും കൂടി നല്ല ഇടപാടുകൾ അല്ലെങ്കിൽ ഫാർമേഴ്സിനും കൂടി ബെനിഫിറ്റ് ആകുന്ന രീതിയിലായിരിക്കണം വികസനം കൊണ്ടുവരേണ്ടത് എന്നും കൂടിയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഡസ്ട്രിയെ സംരക്ഷിക്കുന്ന പോളിസീസും കൂടി കൊണ്ടുവരണം. വെറും അഗ്രികൾച്ചറൽ സെക്ടർ മാത്രമല്ലാതെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റും കൂടി ഫോക്കസ് ചെയ്തിട്ടുള്ള പോളിസികൾ കൊണ്ടുവരണമെന്നാണ് റാണയുടെ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് റാണയുടെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷനാണ് എസ്സേ ഓൺ ഇന്ത്യൻ പൊളിറ്റിക്കൽ എക്കോണമി എന്ന് പറഞ്ഞ ബുക്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് എക്കണോമിക് തോട്ട്സ് ഓഫ് രമേശ് ചന്ദ്ര ദത്ത്. അപ്പോൾ ഇന്ത്യൻ തിങ്കേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ എക്കണോമിസ്റ്റുകളെ കുറിച്ചിട്ടാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 4-5 പേര് പറഞ്ഞു. നെക്സ്റ്റ്, രമേശ് ചന്ദ്ര ദത്ത് 1848 to 99. അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ഒരു ബുക്കാണ് അല്ലെങ്കിൽ ഒരു കോൺട്രിബ്യൂഷനാണ് എക്കണോമിക് ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഓക്കെ, അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ബുക്കിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നാണ് നോക്കുന്നത്. എന്താണ്? പോവർട്ടി ഹാസ് ട്രാൻസ്ഫോംഡ് സ്കാർസിറ്റി ഇൻ ടു ഫെമൈൻസ്. എന്താണ്? ദാരിദ്ര്യം എന്ന് പറയുന്നത് ഏതിലേക്ക് മാറി? ക്ഷാമത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യം ദാരിദ്ര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് ക്ഷാമത്തിലേക്ക് മാറ്റി, അതൊരു ദുരന്തമായി മാറി എന്നുള്ളതാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. ദെൻ ഡ്രെയിൻ തിയറി. എന്താണ്? ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടായിട്ടുള്ള ഡ്രെയിൻ തിയറി, ചൂഷണം തന്നെയാണ് അത് മെയിനായിട്ടും കാരണമായിട്ടുള്ളത്. ദെൻ പബ്ലിക് ഫിനാൻസ്. എന്താണ് പബ്ലിക് ഫിനാൻസ് എന്ന് വെച്ചാൽ? അതായത് കൂടുതലായിട്ടും ഹൈ തോതിൽ വളരെ കൂടുതലായിട്ടുള്ള നികുതി ഭാരം കാരണം നമുക്ക് എന്തുണ്ടായിട്ടുണ്ട്? ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്കിൽ അദ്ദേഹം പറയുന്നത് എന്താണ്? എല്ലാത്തിനും കാരണം പോവർട്ടി ആയിരുന്നു, പക്ഷേ പോവർട്ടിയേക്കാൾ കൂടുതൽ പോവർട്ടി എന്നുള്ളത് പിന്നീട് അത് എന്തിലേക്ക് മാറ്റപ്പെട്ടു എന്നാണ് പറയുന്നത്? ദാരിദ്ര്യം ക്ഷാമത്തിലേക്ക് മാറ്റപ്പെട്ടു. അപ്പോൾ അതിനൊരു കാരണമായിരുന്നു ഡ്രെയിൻ തിയറിയും പബ്ലിക് ഫിനാൻസും എന്നാണ് അദ്ദേഹം പറയുന്നത്. ചൂഷണം അല്ലേ, നമ്മുടെ ഇന്ത്യയിലുള്ള മൊത്തം സമ്പത്തും കൊള്ളയടിക്കപ്പെട്ടതും അതുപോലെ തന്നെ നികുതി ഒരുപാട് കൂട്ടിയതും നമുക്ക് നല്ല രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനും സാമ്പത്തിക മന്ദത്തിലേക്ക് നയിക്കാനും കാരണമായി എന്നാണ് രമേശ് ചന്ദ്ര ദത്തിൻ്റെ കൃതിയിൽ അദ്ദേഹം പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. അദ്ദേഹം ഒരു ഫേമസ് ആയിട്ടുള്ള എക്കണോമിസ്റ്റാണ്. എക്കണോമിസ്റ്റ് മാത്രമല്ല, 1866 to 1915 ആണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. അദ്ദേഹം റാണഡയുടെ ശിഷ്യൻ കൂടിയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച റാണഡയുടെ ശിഷ്യനായിരുന്നു ഗോപാലകൃഷ്ണൻ. ബട്ട് ഹീസ് നോൺ ആസ് എ പൊളിറ്റിക്കൽ ഗുരു ഓഫ് ഫാദർ ഓഫ് നേഷൻ മഹാത്മാഗാന്ധി. റാണഡയുടെ ശിഷ്യനായി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം ആരുടെ ഗുരുവാണെന്നാണ് പറയുന്നത്? ഗോപാലകൃഷ്ണ ഗോഖലെ ശരിക്കും നമ്മളുടെ രാഷ്ട്രീയ പിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ഗുരുവാണ് ഗോപാൽ കൃഷ്ണ ഗോഖലെ. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും ഗോപാൽ കൃഷ്ണ ഗോഖലെയുടെ സംഭാവനകൾ? അദ്ദേഹം എങ്ങനെയായിരിക്കും എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാവേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അദ്ദേഹം പറയുന്നത് നോക്കാം. ബ്രിട്ടീഷ് ഗവൺമെൻറ് ഷുഡ് റെഡ്യൂസ് ദ സാൾട്ട് ടാക്സ്. എന്താണ് അദ്ദേഹം ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്? എന്താണ്? സാൾട്ട് ടാക്സ് അല്ലേ. എന്താണ്? ഉപ്പ്. നമ്മളെ ഉപ്പ് സത്യാഗ്രഹമൊക്കെ എല്ലാവർക്കും അറിയാലോ അല്ലേ. അപ്പോൾ ഉപ്പിനുള്ള നികുതി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ബ്രിട്ടീഷ് ഗവൺമെൻറ് സാൾട്ട് ടാക്സ് റെഡ്യൂസ് ചെയ്യണം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആദ്യത്തെ ആശയം. സെക്കൻഡ്, റെൻറ്റ് റെഗുലേഷൻ. എന്താണ് റെൻറ്റ് റെഗുലേഷൻ? അതായത് വാടക, ഇപ്പോൾ നമ്മൾ ഭൂമിക്കായാലും അല്ലാതെയും കൊടുക്കുന്ന വാടക ഷുഡ് നോട്ട് ടേക്ക് മോർ ദാൻ 20%. എന്താണ്? ഷുഡ് നോട്ട് ടേക്ക് മോർ ദാൻ 20%. ഒരിക്കലും 20% കൂടുതൽ ആരെടുക്കരുത് എന്നാണ് ഗവൺമെൻറ് കൈപ്പറ്റരുത്. അപ്പോൾ
എപ്പോഴും എന്തായിരിക്കണം, ഒരു നേരിയ തോതിലായിരിക്കണം ആരെടുക്കേണ്ടത്, ബ്രിട്ടീഷ് ഗവൺമെൻറ് ആയാലും എടുക്കേണ്ടത് ആ ഒരു 20% മേലയിലേക്ക് എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ദെൻ തേർഡ്, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഷുഡ് കർട്ടേൽ അൺനെസസറി ഡിഫൻസ് എക്സ്പെൻഡിച്ചർ ആൻഡ് ഷുഡ് നോട്ട് സ്പെൻഡ് പബ്ലിക് ഇൻകം ഔട്ട്സൈഡ് ദ കൺട്രി. എന്താണ്, അനാവശ്യ പൊതു ചെലവുകൾ കുറയ്ക്കണം ഗവൺമെൻറ്. അതുപോലെ തന്നെ പുറത്ത് ഷുഡ് നോട്ട് സ്പെൻഡ് പബ്ലിക് ഇൻകം ഔട്ട്സൈഡ് ദ കൺട്രി അല്ലേ. പബ്ലിക് ഇൻകം, അതായത് പൊതുജനത്തിൻ്റെ ഇൻകം അല്ലെങ്കിൽ നമ്മളുടെ ഇൻകം ഒരിക്കലും പുറത്തേക്ക് ചിലവാക്കാൻ കാരണമാകരുത്. അതുപോലെ തന്നെ അൺനെസസറി ആയിട്ടുള്ള ഒരുപാട് എക്സ്പെൻസ് കുറയ്ക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓൺ ഇൻകം, അതായത് കിട്ടുന്ന വരുമാനത്തിന് തുല്യ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും കഴിയണം. എല്ലാ സെക്ടർ ഡെവലപ്മെൻറ്റിലേക്കും തുല്യ രീതിയിൽ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം, രാജ്യത്തിന് കിട്ടുന്ന ഇൻകത്തിന് സമതുല്യമായിട്ട് വീതിക്കാൻ കഴിയണം എന്നാണ് പറയുന്നത്. ദെൻ ലാസ്റ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ സെക്ടർ, അതാണ് അഗ്രികൾച്ചറൽ സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ തൊഴിലില്ലായ്മ അല്ലേ, അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാവാൻ കാരണം ഇതുപോലെയുള്ള റെന്റ് റെഗുലേഷൻ, അതുപോലെ തന്നെ നമ്മൾ ഗവൺമെൻറ് അഗ്രികൾച്ചറൽ മേഖലയ്ക്ക് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റുള്ള ഒരുപാട് ഇവിടെ തൊഴിലില്ലായ്മ എന്ന് പറഞ്ഞൊരു കാര്യം കൂടി വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അഗ്രികൾച്ചറൽ സെക്ടറിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുമ്പോൾ മറ്റുള്ള മേഖലകളിലും അതുപോലെ ഒരുപാട് തൊഴിലില്ലാത്ത ആൾക്കാരും ഒക്കെ ഒരുപാട് തൊഴിലില്ലായ്മ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ് മാത്രം മുന്നോട്ട് വെക്കാതെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൂടി മുന്നോട്ട് വെക്കണം എന്നാണ് ഗോഖലെ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നെക്സ്റ്റ്, അടുത്തത് മഹാത്മാഗാന്ധി 1869 to 1947. അദ്ദേഹം ആരാണ് നമുക്ക് പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം അല്ലേ, നമ്മുടെ രാഷ്ട്രീയ പിതാവാണ് അല്ലേ. ഓക്കെ, ദെൻ മഹാത്മാഗാന്ധിനെ കുറിച്ച് കൂടുതൽ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ, അദ്ദേഹത്തിൻ്റെ രീതിയിൽ എന്തൊക്കെയാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി ചെയ്യേണ്ടത് എന്തൊക്കെയാണ് നോക്കാം. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ പ്രിൻസിപ്പിൾസ് എന്താണ്? ട്രൂത്ത്, നോൺ വയലൻസ്, ഡിഗ്നിറ്റി ഓഫ് ലേബർ ആൻഡ് സിംപ്ലിസിറ്റി. അപ്പോൾ സത്യം, അതുപോലെ തന്നെ നോൺ വയലൻസ്, ഡിഗ്നിറ്റി ഓഫ് ലേബർ. എന്താ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ, അതായത് തൊഴിൽ, എല്ലാ രീതിയിലുള്ള തൊഴിലിനും തുല്യ ബഹുമാനം കൊടുക്കുക. അതായത് ഒരു തൊഴിൽ മേഖലയും അവഗണിക്കാതെ എല്ലാവർക്കും തുല്യ വേതനം, തുല്യ ബഹുമാനം എന്നുള്ളതാണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് കഠിനാധ്വാനത്തിന് തുല്യ വേതനം, തുല്യ ബഹുമാനം. അതുപോലെ തന്നെ സിംപ്ലിസിറ്റി. ഓക്കെ, ദെൻ അത് കൂടാതെ അദ്ദേഹത്തിൻ്റെ 3 ആശയങ്ങളാണ് എത്തിസിസം, സോഷ്യലിസം ആൻഡ് ഇൻഡിവിജ്വലിസം. വ്യക്തിത്വം, എത്തിസിസം അല്ലെ, നീതി, മൂല്യം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ ആ രീതിയിലുള്ളതായിരുന്നു അല്ലേ, സത്യം അല്ലേ. അപ്പോൾ അതിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ആ രീതിയിലായിരിക്കണം. നമ്മൾ പണം നേടുന്നതായാലും വരുമാനം ഉണ്ടാക്കുന്നതായാലും ഒക്കെ നമ്മൾ ഈ പറഞ്ഞൊരു നീതി, അതുപോലെ എത്തിക്സ്, അതുപോലെ നോൺ വയലൻസ്, സത്യം, ഇതൊക്കെ നമ്മൾ പുറകെ പിടിച്ചിട്ടായിരിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴും എന്നാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് പറയുന്നത് നോക്കാം. എ ഡിഗ്നിറ്റി ഓഫ് ലേബർ opposed machines or use of machinery. He was against machines or use of machinery. അദ്ദേഹം എന്താണ്, മെഷീനറീസ് ഉപയോഗിക്കുന്നതിനെ എതിർത്തിരുന്നു. കാരണം എന്താണ്, ഒരുപാട് മെഷീൻസിൻ്റെയും അല്ലെങ്കിൽ സാങ്കേതിക വിദ്യകളുടെയൊക്കെ വരവ് ഒരുപാട് തൊഴിലില്ലായ്മ സൃഷ്ടിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ശരി തന്നെയല്ലേ അല്ലേ. നമ്മൾ IT സെക്ടർ ആയാലും അല്ലെങ്കിൽ മെഷീനറീസും ഒക്കെ ആയാലും ഒരുപാട് അന്നത്തെ കാലത്ത് വെച്ചാൽ ഇത്രയും ഒരു വിദ്യാസമ്പന്നരായ ആൾക്കാരൊന്നും ആയിരുന്നില്ല അല്ലേ. അപ്പോൾ അന്നത്തെ കാലത്ത് മെഷീനറീസിൻ്റെ ഉപയോഗം അന്നുണ്ടായിരുന്ന ആൾക്കാരുടെ തൊഴിലില്ലായ്മക്ക്, അത്രയും തൊഴിൽ ഇല്ലായ്മയ്ക്ക് കാരണമാവുകയും അത് ദാരിദ്ര്യത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നൊരവസ്ഥ വന്നിരുന്നു. അപ്പോൾ മെഷീനറീസിനെ അദ്ദേഹം പൂർണ്ണമായിട്ടും എതിർത്തിരുന്നു. സെക്കൻഡ്, സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ്. എന്താണ് സ്റ്റേറ്റ് ഓണർഷിപ്പ് ഓഫ് പബ്ലിക് യൂട്ടിലിറ്റീസ്? പൊതുസേവനങ്ങൾക്ക് സംസ്ഥാന ഉടമസ്ഥാവകാശം വേണമെന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ്,
ഡീസെൻട്രലൈസ്ഡ് എക്കോണമി എന്താണ്? ഡീസെൻട്രലൈസ്ഡ് എക്കോണമി എന്ന് പറയുമ്പോൾ എന്താണ്? ചെലവ് കുറച്ച് കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പേർക്ക് ജോലി കൊടുത്ത് അല്ലേ, അതായത് ചെലവ് പരമാവധി കുറയ്ക്കുകയും കൂടുതൽ ഇൻകം കിട്ടാൻ വേണ്ടിയിട്ട് അതിന് ഒരുപാട് പേർക്ക് തൊഴിൽ കൊടുക്കുക, അല്ലെങ്കിൽ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഡീസെൻട്രലൈസ്ഡ് എക്കോണമി എന്ന് ഉദ്ദേശിക്കുന്നത്. എന്താണ്? പ്രിൻസിപ്പിൾ ഓഫ് ട്രസ്റ്റിഷിപ്പ്. പ്രിൻസിപ്പിൾ ഓഫ് ട്രസ്റ്റിഷിപ്പ് എന്താണ്? ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്ന സമ്പന്നർ അല്ലേ, അവരുടെ സമ്പത്ത് എപ്പോഴും ഒരു പ്രിൻസിപ്പിൾ ഓഫ് ട്രസ്റ്റിഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം അല്ലേ എന്ന് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എപ്പോഴും രാജ്യത്തിലെ സമ്പന്നർ എന്തായിരിക്കണം? അവരുടെ സമ്പത്ത് പൊതുകാര്യങ്ങൾക്ക് നൽകുമ്പോൾ അതൊരു ട്രസ്റ്റ്, ഒരു ചാരിറ്റി, ഒരു ട്രസ്റ്റ് എന്ന നിലയിലായിരിക്കണം അവർ സമൂഹത്തിന് വേണ്ടിയിട്ട് അവരുടെ സമ്പത്ത് കരുതേണ്ടത്. അതൊരിക്കലും ഒരു ബാധ്യതയായിട്ടോ അല്ലെങ്കിൽ ഒന്നുമായിട്ടോ അല്ല കരുതേണ്ടത്. അവരുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് അത് ഏറ്റെടുക്കണം അല്ലെ, ഒരു ട്രസ്റ്റി ആയിട്ട് അവർ ഏറ്റെടുത്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം ഇവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിലേ നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് സാധ്യമാവുകയുള്ളൂ അല്ലേ. അപ്പോൾ രാജ്യത്തിലെ ഏറ്റവും മുതലാളികൾ അല്ലെങ്കിൽ സമ്പന്നർ അവർക്ക് അവരുടെ സ്വത്ത് എക്കണോമിക് ഡെവലപ്മെൻറ്റിന് കൂടി സഹകരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഒരു ട്രസ്റ്റി എന്ന നിലയിലായിരിക്കണം അത് കരുതേണ്ടത് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അപ്പോൾ മഹാത്മാഗാന്ധിയുടെ എങ്ങനെയൊക്കെ സത്യത്തിനെയും ഒക്കെ അടിസ്ഥാനമാക്കിയായിരിക്കണം നമ്മൾ വെൽത്ത് നേടേണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. വയലൻസ് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ തന്നെ ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്ന് വെച്ചാൽ എന്താ? എല്ലാവർക്കും തുല്യവേതനം, എല്ലാ ജോലിക്കും തുല്യ ബഹുമാനം, ഒരു തൊഴിൽ മേഖലയും അവഗണിക്കാനോ ഒരു തൊഴിലിനേക്കാൾ മോശമോ ഒന്നുമല്ല. അപ്പോൾ ഇതാണ് ഡിഗ്നിറ്റി ഓഫ് ലേബർ എന്നോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സോഷ്യലിസം, ഇൻഡിവിജ്വലിസം, സിംപ്ലിസിറ്റി ഇതൊക്കെയാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങൾ. അപ്പോൾ അത് പ്രകാരമായിരിക്കണം നമ്മൾ സമ്പത്ത് ഉണ്ടാക്കേണ്ടത്, പ്രകാരമായിരിക്കണം അത് ചെലവാക്കേണ്ടതും എന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത ചിന്തകനാണ് രാധാ കമൽ മുഖർജി, 1889 to 1968. ഓക്കെ, അദ്ദേഹം ഒരു എക്കണോമിസ്റ്റും അതുപോലെ തന്നെ സോഷ്യൽ സയൻസ് വർക്കറും കൂടിയായിരുന്നു കേട്ടോ, രാധാ കമൽ മുഖർജി. ഇദ്ദേഹം കൂടുതലായിട്ടും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥ, റൂറൽ ഡെവലപ്മെൻറ്റിനായിരുന്നു കൂടുതലായിട്ടും മുൻതൂക്കം നൽകിയിട്ടുണ്ടായിരുന്നതും അതിനെക്കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ആലോചിച്ചതും. ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക, ഗ്രാമീണ മേഖലയെ എങ്ങനെ ഒരു അർബൻ മേഖലയിലേക്ക് എത്തിക്കാം, അതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം, റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി എന്തൊക്കെ ചെയ്യാമെന്നാണ് അദ്ദേഹം ആലോചിച്ചിരുന്നതും അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചിരുന്നതും. ഓക്കെ, ദെൻ അദ്ദേഹത്തിൻ്റെ 2 ബേസിക് ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ 2 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളുണ്ട്, അല്ലെങ്കിൽ അത് 2 പ്രധാനപ്പെട്ട ആശയങ്ങളാണ്. ഫസ്റ്റ് വൺ, വാല്യൂസ് ആർ നോട്ട് ലിമിറ്റഡ് ഓൺലി ടു റിലീജിയൻ ഓർ എത്തിക്സ്. എന്താണ് വാല്യൂസ് എന്ന് പറയുന്നത്? ഒരിക്കലും എന്തിലധിഷ്ഠിതമല്ല, ഓൺലി റിലീജിയൻ, ഒരു മതപരമായിട്ടോ അല്ലെങ്കിൽ നീതിപരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രത്തിലല്ല വാല്യൂസ് എന്നുള്ളത്, മറിച്ച് എന്താണ്? അത് സാമൂഹിക ഇടപെടലുകൾക്ക് കൂടി ചേർന്നതാണ് വാല്യൂ എന്ന് പറയുന്നത്. ഒരിക്കലും ഒരു മതത്തിൻ്റെയോ അല്ലെങ്കിൽ എത്തിക്സിൻ്റെ പേരിൽ മാത്രം അല്ല നമ്മൾ വാല്യൂസിനെ കാണേണ്ടത്, മറിച്ച് ഒരു സാമൂഹിക ഇടപെടലുകൾ കൊണ്ടേ നമുക്ക് സാമ്പത്തിക വികസനം സാധ്യമാവുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. സെക്കൻഡ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ് ആൻഡ് ലോ ആൾസോ ഗീവ് റൈസ് ടു വാല്യൂസ്. എന്താണ്? സാമ്പത്തിക ശാസ്ത്രം, പൊളിറ്റിക്സ്, അതുപോലെ ലോ, ഇതെല്ലാം കൂടി ചേർന്നതാണ് വാല്യൂസ്. ഇതും നമുക്ക് വാല്യൂസ് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് അദ്ദേഹത്തിൻ്റെ 2 ബേസിക് ആയിട്ടുള്ള പോയിന്റ്സ്, അല്ലെങ്കിൽ അതിൻ്റെ 2 നിർദ്ദേശങ്ങൾ. ഇനി അദ്ദേഹത്തിൻ്റെ തോട്ട്സുകളാണ്. ഓക്കെ, ഹിസ് തോട്ട്സ് എന്തൊക്കെയാണ്? രാധാ കമൽ മുഖർജിയുടെ ഐഡിയാസ് നോക്കാം. ഫസ്റ്റ് വൺ, ബാലൻസ്ഡ് ഡെവലപ്മെൻറ്റ് ഇൻഡസ്ട്രിയൽ എസെൻഷ്യൽ. എന്താണ് ഡെവലപ്മെൻറ്റ്? ഇൻഡസ്ട്രിയൽ സെക്ടർ അല്ലെങ്കിൽ ഇൻഡസ്ട്രീസ് അല്ല, വ്യവസായിക മേഖലയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് നമുക്ക് അനിവാര്യമാണ്. അത് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വ്യവസായ വികസനം അനിവാര്യമാണ് എന്നാണ് പറയുന്നത്. സെക്കൻഡ്, റീജിയണൽ എക്കണോമിക്സ്. എന്താണ്? പ്രാദേശിക വികസനം അല്ലേ. അപ്പോൾ ഓരോ പ്രദേശത്തിൻ്റെയും ആവശ്യത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവർക്കുള്ള വിഭവങ്ങൾക്കനുസരിച്ചിട്ടാണ് അവിടെ വികസനം നടത്തേണ്ടത്. അല്ലാതെ ഓരോ പ്രദേശത്തിനും ഒരു ഡിഫറെൻറ്റ് കൾച്ചർ ആയിരിക്കാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഡെവലപ്മെൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ അതിനനുസരിച്ചിട്ടായിരിക്കാം അല്ലേ. അപ്പോൾ അല്ലെങ്കിൽ ടെക്നോളജീസ് കുറവായിരിക്കാം, ചില കൺട്രീസിൽ ടെക്നോളജി കൂടുതലായിരിക്കാം. അപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് അല്ലെങ്കിൽ ഓരോ കൺട്രിക്ക് അനുസരിച്ചിട്ടാണ് അവിടെ വികസനം കൊണ്ടുവരേണ്ടത് എന്നാണ് പറയുന്നത്.
ഇൻസ്റ്റിറ്റ്യൂഷണൽ തിയറി ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സ് എന്ന് പറയുന്നതും എന്താണ്, തിയറി ആയിട്ടും പഠിക്കണം, പ്രാക്ടിക്കലായിട്ടും പഠിക്കണം. അത് തിയറി മാത്രമായിട്ടോ പ്രാക്ടിക്കലായിട്ടോ നമുക്ക് പഠിക്കാൻ കഴിയില്ല, രണ്ടും പഠന വിഷയമാക്കണം എന്നാണ് പറയുന്നത്. ദെൻ റൂറൽ റീകൺസ്ട്രക്ഷൻ ആൻഡ് റൂറൽ പ്ലാനിങ്. എന്താണ്, ഗ്രാമീണ വികസനവും അതുപോലെ തന്നെ അതിനു വേണ്ടിയുള്ള പ്ലാനിങ്ങും കൂടി, ഗ്രാമവികസനം എന്നുള്ളത് പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ദെൻ എക്കണോമിക് പ്ലാനിങ്, സാമ്പത്തിക വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്ലാനിങ്. ഇത്രയും കാര്യങ്ങളാണ് രാധാ കമൽ മുഖർജി മുന്നോട്ട് വെച്ച ആശയങ്ങൾ. അദ്ദേഹത്തിൻ്റെ 2 ബേസിക് പോയിന്റ്സ് എന്നാണ്, വാല്യൂസ് ആർ നോട്ട് ലിമിറ്റഡ് ഓൺലി ടു റിലീജിയൻ ഓർ എത്തിക്സ്, എക്കണോമിക്സ്, പൊളിറ്റിക്സ്, ലോ ആൾസോ ഗിവ് റൈസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് അടുത്ത എക്കണോമിസ്റ്റ് ആയിട്ടുള്ള അമർത്യ സെന്നിൻ്റെ ഐഡിയാസ് നോക്കാം. അമർത്യ സെൻ 1933. ഓക്കെ, ഇദ്ദേഹം നിങ്ങൾക്ക് കേട്ടിട്ടുള്ള ഒരു പേരാണെന്ന് വിശ്വസിക്കുന്നു. കൂടുതലായിട്ട് നമ്മുടെ ഗ്രേറ്റ് എക്കണോമിസ്റ്റ് കൂടിയാണ്, കൂടുതലായിട്ടും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ഐഡിയോളജി മുന്നോട്ട് വെച്ചിട്ടുള്ള ആളാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഹെഡ് കൗണ്ട് റേഷ്യോ. ഹെഡ് കൗണ്ട് റേഷ്യോ അതായത് പോവർട്ടി അതുപോലെ തന്നെ ഇനിക്വാലിറ്റി, ഇത് രണ്ടും തമ്മിലുള്ള അനാലിസിസിന് വേണ്ടിയിട്ട് അദ്ദേഹം കൊണ്ടുവന്ന ഒരു കാൽക്കുലേഷൻ മെത്തേഡാണ് ഹെഡ് കൗണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നീറ്റ് ഫോർമുല സെൻ ഇൻഡെക്സിൽ P = 1 - G × H. ഇതിൽ P എന്ന് പറയുന്നത് പോവർട്ടിയും G എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ, അതായത് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് അതായത് വിതരണത്തിൻ്റെ അളവ് എന്താണോ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അതിൻ്റെ അളവ്. H എന്ന് പറയുന്നത് ഹെഡ് കൗണ്ട് റേഷ്യോയും കൂടിയാണ്. അപ്പോൾ ഇതിന് ഈ രീതിയിൽ അവർക്ക് നീറ്റ് ഫോർമുല ഇൻഡെക്സ് കാണാനും ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ എൻടൈറ്റിൽമെൻറ്റ്, നെക്സ്റ്റ് എൻടൈറ്റിൽമെൻ്റ് ആണ്, അതായത് ഒരു വ്യക്തിക്ക് നിയമപരമായിട്ട് എന്തൊക്കെ അവകാശങ്ങൾ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ആ അവകാശം നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എൻടൈറ്റിൽമെൻറ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എക്സാമ്പിൾ നമുക്ക് പെൻഷനൊക്കെ പറയാം അല്ലേ. അപ്പോൾ അവർക്ക് പെൻഷൻ കിട്ടുക എന്നുള്ളത് അവരുടെ അവകാശമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് നിയമപരമായിട്ട് ലഭിക്കുന്ന അവകാശങ്ങളെയാണ് നമ്മൾ എൻടൈറ്റിൽമെൻറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ചോയ്സ് ഓഫ് ടെക്നിക്ക്. എന്താണ്, സാങ്കേതികവിദ്യ തിരഞ്ഞെടുക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. അതായത് നമുക്ക് നമ്മുടെ ഡെവലപ്മെൻറ്റിനനുസരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാഷണലിന് ആവശ്യമായിട്ടുള്ള, രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള രീതിയിലിരിക്കണം നമ്മൾ ടെക്നോളജി തിരഞ്ഞെടുക്കാനായിട്ട്. ദെൻ ടൈം സീരീസ് ക്രൈറ്റീരിയൻ. ടൈം സീരീസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതായത് ഇപ്പോൾ ഒന്നിൽ കൂടുതലായിട്ടുള്ള ഓരോ ചിലപ്പോൾ ഒരു ദിവസത്തെ ആകാം അല്ലെങ്കിൽ ഒരു ആഴ്ചത്തെ ആകാം, എന്തുമാകാം, 2 വ്യത്യസ്ത സമയങ്ങളിലെയോ അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്കോ ഉള്ള ഡാറ്റാസ് അനലൈസ് ചെയ്ത് അതിനുള്ള സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് ടൈം സീരീസ് ക്രൈറ്റീരിയൻ. അതായത് ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങളാണെങ്കിലും ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് രണ്ടും കൂടി ഡിഫറൻഷ്യേറ്റ് ചെയ്ത് നമുക്ക് അനാലിസിലേക്ക് എത്താനും, അല്ലെങ്കിൽ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു വരുമാനത്തിൻ്റെ കണക്കെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു 2 വ്യത്യസ്ത വരുമാന നിരക്കുകൾ തമ്മിൽ അനലൈസ് ചെയ്ത് അതിന് ഒരു ഡിസ്കൗണ്ട് നിരക്ക് കണ്ടെത്താനൊക്കെ നമുക്ക് ടൈം സീരീസ് ക്രൈറ്റീരിയ യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ലാൻഡ് റിഫോംസ്, ലാസ്റ്റ് വൺ ലാൻഡ് റിഫോംസ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ഒരു എക്കണോമിക്സ് കാൽക്കുലേഷൻസ് മെത്തേഡ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അമർത്യ സെൻ. ഇതിലൂടെയൊക്കെ നമുക്ക് എക്കണോമിക്സിൻ്റെ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ എക്സ്പെൻഡിച്ചർ കണ്ടെത്തുവാനും അതുപോലെ തന്നെ അതിനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻസ്, ഓരോ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻസ് കണ്ടെത്താൻ നമുക്ക് ഇതുപോലുള്ള ഇക്വേഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അമർത്യ സെന്നിൻ്റെ കോൺട്രിബ്യൂഷനിലുള്ള ഇക്വേഷൻസ്. ഓക്കെ, നെക്സ്റ്റ് ഡേവിഡ് ഹ്യൂമാണ് അടുത്ത. അമർത്യ സെൻ വരെ നമ്മുടെ ഇന്ത്യൻ തിങ്കേഴ്സ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ തിങ്കേഴ്സിൽ ഒരുപാട് പേരുടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് തന്നെ. അപ്പോൾ അവരൊക്കെ നമ്മൾ കവർ ചെയ്തു. നെക്സ്റ്റ് അതർ തിങ്കേഴ്സ് നമ്മൾ ഔട്ട്സൈഡ് ഇന്ത്യ ആരൊക്കെയാണ്. ഡേവിഡ് ഹ്യൂമാണ് ഫസ്റ്റ്. അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ നോക്കാം. ഈ സപ്പോർട്ട് ദ ഇൻഫൻറ്റ് ഇൻഡസ്ട്രി ആർഗ്യുമെൻറ്റ്. എന്താണ്, അതായത് പുതിയ വ്യവസായങ്ങൾക്ക് അദ്ദേഹം സപ്പോർട്ട് നൽകി. അതായത് പുതുതായിട്ട് വരുന്ന വ്യവസായങ്ങൾക്ക്, ചെറുകിട വ്യവസായങ്ങളായിക്കോട്ടെ, പുതുതായിട്ട് ആരംഭിക്കുന്ന വ്യവസായങ്ങൾക്ക് അദ്ദേഹം കൂടുതൽ സപ്പോർട്ട് നൽകി. ദെൻ എഗെയിൻസ്റ്റ് ലൈസൻസ് ഫെയർ എന്ന് പറഞ്ഞാൽ സ്വതന്ത്ര വിപണി അല്ലേ. അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളില്ലാതെ സ്വതന്ത്രമായിട്ട് വിപണി നടത്തുന്നതിന് എതിരായിരുന്നു ഡേവിഡ് ഹ്യൂം. അതുപോലെ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടർ, 2 സെക്ടറിനെയും ബോത്ത് അഗ്രികൾച്ചറൽ ആൻഡ് ഇൻഡസ്ട്രിയൽ സെക്ടറിനെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു.
അതായത് എഗെയിൻസ്റ്റ് ലേസസ് ഫെയർ അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്തായിരിക്കും, സപ്പോർട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം എന്താണ്, ലേസസ് ഫെയർ എന്ന് പറയുന്നത് ഗവൺമെൻറ് ഇടപെടൽ ഇല്ല. അപ്പോൾ അദ്ദേഹം എന്തിനാണ് സപ്പോർട്ട് ചെയ്യുന്നത്, ഗവൺമെൻറ് ഇടപെടലുകൾ ഉള്ള ഒരു സമ്പദ് വ്യവസ്ഥയാണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്തതെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് എസ്സേസ്, മോറൽ, പൊളിറ്റിക്കൽ ആൻഡ് ലിറ്ററസി. അപ്പോൾ ഇതിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതികളാണ് അതൊക്കെ. 1752 അദ്ദേഹം ഈ പറയുന്ന ബുക്സ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ഡേവിഡ് ഹ്യൂമിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് ആരാണ് നോക്കാം, ആഡം സ്മിത്ത്. ഈ പേര് നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലൊക്കെ പഠിച്ചതാണ് അല്ലേ, ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്, വെൽത്ത് ഓഫ് നേഷൻ നമ്മൾ പറഞ്ഞതാണ്. അതുകൂടാതെ ഹിസ് ബുക്ക് ആൻ എസ്സേ ഇൻടു ദ നേച്ചർ ആൻഡ് വെൽത്ത് ഓഫ് നേഷൻ, ഇത് രണ്ടുമാണ് അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള കൃതികൾ എന്ന് പറയുന്നത്. ആഡം സ്മിത്ത് ആരാണെന്ന് നമ്മൾ പഠിച്ചു, എക്കണോമിസ്റ്റ് ആണ്. അതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ എക്കണോമിക്സ് അല്ലേ. അതുപോലെ നമ്മൾ പറഞ്ഞതാണ് ഇദ്ദേഹത്തിൻ്റെ എന്താണ്, ഇദ്ദേഹം പണവുമായിട്ട് അല്ലേ, എക്കണോമിക്സ് എന്ന് പറയുന്നത് പണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എക്കണോമിക്സിനെ കുറിച്ചിട്ട്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് എന്ന് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡിവിഷൻ ഓഫ് ലേബർ. പ്രധാനമായിട്ടും ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജി നാച്ചുറലിസം ആൻഡ് ഒപ്റ്റിമിസവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് കേട്ടോ. അതായത് കൂടുതലായിട്ടും ഈ രണ്ട് തിയറിക്ക് അനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന താഴെ കാണുന്ന എല്ലാ പോയിന്റ്സും ബേസ്ഡ് ഓൺ നാച്ചുറലിസം ആൻഡ് ഒപ്റ്റിമിസം. ഇദ്ദേഹത്തിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത് നാച്ചുറലിസവും ഒപ്റ്റിമിസവും ആണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം വികസിപ്പിച്ചെടുത്ത ചിന്തകളാണ് ഡിവിഷൻ ഓഫ് ലേബർ. എന്താ ഡിവിഷൻ ഓഫ് ലേബർ? തൊഴിൽ വിഭജനം. അതായത് ഓരോ തൊഴിലിനും, അതായത് ഓരോ വിഭാഗത്തിനും ഓരോ തൊഴിലുകളുണ്ട്. ഇപ്പോൾ പ്രൊഡക്ഷൻ ആണെങ്കിൽ അതൊരു വിഭാഗം അല്ലേ, ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ വേറെ വിഭാഗം, അതിൻ്റെ ലോജിസ്റ്റിക്സ് ആണെങ്കിൽ വേറെ വിഭാഗം, അങ്ങനെ തുടങ്ങി ഓരോ വിഭാഗത്തിനും ഓരോ ടൈപ്പ് ഓഫ് ആളുകളാണ് നമുക്ക് വേണ്ടത്. പ്രൊഡക്ഷൻ മേഖലയിലേക്ക് നമുക്ക് വേണ്ടത്, അത് ചെയ്യാൻ ആവശ്യമായിട്ടുള്ളതാണെങ്കിൽ അവിടെ ടെക്നിക്കൽ അല്ലെങ്കിൽ ടെക്നോളജി പരമായിട്ട് നമുക്ക് അവിടെ ഒരു ഇതുണ്ടെങ്കിൽ അത് അറിയുന്ന ആൾക്കാർ വേണം അവിടെ ചെയ്യാനായിട്ട്. അപ്പോൾ ഓരോ മേഖലയ്ക്കും ഓരോ തൊഴിലാളികളെയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ തൊഴിലിനെ വിഭജിക്കണം എന്നാണ് അദ്ദേഹം പറയുന്നത്. ദെൻ മണി, ഡിമാൻഡ് ഫോർ മണി ആൻഡ് സപ്ലൈ. ഡിമാൻഡും സപ്ലൈയും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ക്യാപിറ്റൽ, വരുമാനം, പോപ്പുലേഷൻ, ജനസംഖ്യ ഉണ്ടായിരിക്കണം. ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഓഫ് മാർക്കറ്റ് അതുപോലെ തന്നെ മാർക്കറ്റിൽ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഈക്വൽ ആയിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹം ആഡം സ്മിത്ത് മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ. ഓക്കെ, ഇത് കൂടാതെ അദ്ദേഹത്തിൻ്റെ 2 മെയിൻ തിയറീസ് ഉണ്ട് ആഡം സ്മിത്തിൻ്റെ. ലേബർ തിയറി ഓഫ് വാല്യൂസ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തിയറി ഓഫ് വാല്യൂ എന്നുള്ളത്. അതായത് തൊഴിൽ വിഭജനം എങ്ങനെയായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഡിഗ്നിറ്റി, അതിന് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും അവരുടെ വാല്യൂസ്. അതുപോലെ തന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ തിയറി, അതായത് പ്രൊഡക്ഷൻ്റെ നമ്മൾ ഉൽപ്പാദന ചിലവിൻ്റെ സംബന്ധിച്ചിട്ടുള്ളതാണ് ഈ പറയുന്നത്. ഇതാണ് ഈ 2 തിയറിയാണ് അദ്ദേഹത്തിൻ്റെ മെയിൻ തിയറീസ് ആയിട്ട് അറിയപ്പെടുന്നത്. ഓക്കെ, ഇത്രയൊക്കെയാണ് ആഡം സ്മിത്തിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് തോമസ് മാൽത്തസ് 1766 to 1834. അദ്ദേഹത്തിന് നമുക്ക് ചുരുക്കിയിട്ട് പറയാനുണ്ടെങ്കിൽ ഹി വാസ് എഗെയിൻസ്റ്റ് ഹൈ ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയോളജി പ്രകാരം അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഹൈ പോപ്പുലേഷന് എതിരായിരുന്നു. കാരണം ഹൈ പോപ്പുലേഷൻ നമുക്ക് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ അത് ക്ഷാമത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള എക്കണോമിക് റിസോഴ്സസ് കുറവാണ്, പക്ഷെ പോപ്പുലേഷൻ കൂടുതലുമാണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടുന്നത് ഹൈ റേറ്റിലായിരിക്കും, പക്ഷേ വിഭവങ്ങൾ, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സസ് ഒരു നേരിയ തോതിലായിരിക്കും എന്ത് ചെയ്യുന്നത്, വർദ്ധിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് നമുക്ക് കൂടുതൽ മുന്നോട്ട് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, പോപ്പുലേഷൻ കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസീസസ് ഉണ്ടാകാനും അല്ലെങ്കിൽ പോവർട്ടി ഉണ്ടാകാനും അതുവഴി വൻ ദുരന്തങ്ങൾ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട് എന്നാണ് തോമസ് മാൽത്തസ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാൽത്തൂഷ്യൻ ഗ്രോത്ത് മോഡൽ എന്ന് പറഞ്ഞ ഗ്രേറ്റ് ഒരു പബ്ലിക്കേഷനിലാണ് അദ്ദേഹം ഈ പറയുന്ന പോപ്പുലേഷൻ്റെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം വിവരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എക്കണോമിസ്റ്റ് ആയിട്ടുള്ളത് ലുഡ്വിഗ് വോൺ മൈസസ് ആണ്. 1881 to 1973 ആണ്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ലുഡ്വിഗ് പറയുന്നത് നോക്കാം. ഈ സപ്പോർട്ട് ലേസസ് ഫെയർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. സ്വതന്ത്ര വിപണിയെ സപ്പോർട്ട് ചെയ്യുന്നു. എഗെയിൻസ്റ്റ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്.
ലുഡ്വിഗ് എന്താണ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ അതായത് ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളെ എതിർക്കുകയാണ് ചെയ്യുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ വേണ്ട, ഒക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാം എന്നാണ് അദ്ദേഹം പറയുന്നത്. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് അത്, അല്ലെങ്കിൽ നികുതി എത്രയാണ്, അതൊക്കെ സ്വന്തം തീരുമാനപ്രകാരം മതി, ഗവൺമെൻറ്റിൻ്റെ ഒരു ഇടപെടൽ വേണ്ട എന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ വാല്യൂ ഫ്രീ എക്കണോമിക് അനാലിസിസ്, അതായത് വാല്യൂ ഫ്രീ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, തൊഴിൽ വിഭജനം അതുപോലെ തന്നെ സ്വതന്ത്ര വിപണി, ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വാല്യൂ ഫ്രീ എക്കണോമിക്സിൽ വിശകലനം ചെയ്യുന്നത്. ഓക്കെ, ദെൻ റിഡക്ഷൻ ഇൻ ബാങ്ക് ക്രെഡിറ്റ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ. എന്താണ് ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, പണപ്പെരുപ്പം അല്ലേ. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്ത് കുറയ്ക്കണം എന്ന് പറയുന്നത്, ബാങ്ക് ക്രെഡിറ്റ്, വായ്പ കുറയ്ക്കണം, അതിൻ്റെ റേറ്റ് കുറയ്ക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലുഡ്വിഗ് പറയുന്നത്. ഇതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള ബുക്കാണ് തിയറി ഓഫ് മണി ആൻഡ് ഇൻഫ്ലേഷൻ. ഓക്കെ, സോറി, തിയറി ഓഫ് മണി ആൻഡ് ക്രെഡിറ്റ് ആണ്. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ്. ലേസസ് ഫെയർ സപ്പോർട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ ഗവൺമെൻറ് ഇടപെടലുകൾ വേണ്ട എന്നാണ് അദ്ദേഹം പറയുന്നത്. വാല്യൂ ഫ്രീ എക്കണോമിക്സ് ആണ് അദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത്. ദെൻ റിഡക്ഷൻ ഇൻ ബാങ്ക് ക്രെഡിറ്റ്, ഇത്രയൊക്കെയാണ് ലുഡ്വിഗിൻ്റെ അനാലിസിസിൽ വരുന്നത്. നെക്സ്റ്റ് ജെയിം കെയ്ൻസ് ആണ്. 1883 to 1946 ആണ് അദ്ദേഹം ഫൗണ്ടർ ഓഫ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ആയിട്ട് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഈസ് ദ ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്. ഓക്കെ, കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ ഫൗണ്ടർ, സ്ഥാപകനും കൂടിയാണ്. അതുപോലെ തന്നെ അദ്ദേഹം മാക്രോ എക്കണോമിക്സിൻ്റെ ഫാദറായിട്ടും അറിയപ്പെടുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇദ്ദേഹം എന്താണ്, ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജി എങ്ങനെയാണെന്ന് വെച്ചാൽ മോർ ഇമ്പോർട്ടൻസ് ഓൺ അഗ്രിഗേറ്റ് ഡിമാൻഡ്. അദ്ദേഹം അഗ്രിഗേറ്റ് സപ്ലൈനേക്കാൾ കൂടുതൽ പ്രാധാന്യം ഡിമാൻഡിനാണ് കൊടുക്കുന്നത്. അതായത് അദ്ദേഹം പറയുന്നത് ഡിമാൻഡ് ഉണ്ടെങ്കിൽ സപ്ലൈ ഉണ്ടാവൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൂടുതൽ പ്രാധാന്യം ഡിമാൻഡിനാണ് കൊടുക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ഐഡിയാസ് നോക്കാം. ഈ സപ്പോർട്ട് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്, ഗവൺമെൻറ് ഇടപെടലുകളെ സപ്പോർട്ട് ചെയ്യുന്നു. സേവിങ് ആൻഡ് കൺസംഷൻ ബോത്ത് ആർ ഫങ്ഷൻ ഓഫ് ഇൻകം. എന്താണ്, സേവിങ്സും അതായത് സേവിങ്ങും കൺസംഷനും ഉപഭോഗവും രണ്ടും എന്താണ്, ഫങ്ഷൻ, വരുമാനത്തിൻ്റെ ഫങ്ഷനാണ് അതായത് വരവും ചിലവും അല്ലേ, അങ്ങനെ വേണമെങ്കിൽ പറയാം. രണ്ടും, അതായത് സേവിങ്സും ചിലവും എന്താണ്, വരുമാനത്തിൻ്റെ ഫങ്ഷനാണ്. അതായത് എന്താണ്, വരുമാനം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് കൂടും, സേവിങ്ങും കൂടും കൺസംഷനും കൂടും അല്ലേ, ചിലവും കൂടും എന്ത് കൂടും, സേവിങ്സും കൂടുമെന്നാണ് പറയുന്നത്. ദെൻ ഡെവലപ്പ് കൺസെപ്റ്റ് ഓഫ് മൾട്ടിപ്ലയർ. എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഡെപ്പോസിറ്റിൽ അല്ലെങ്കിൽ വരുമാനത്തിൽ മാറ്റം എങ്ങനെ വരുത്താം, ഡെപ്പോസിറ്റിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, അല്ലെങ്കിൽ കിട്ടുന്ന വരുമാനത്തിനനുസരിച്ച് നമുക്ക് ഡെപ്പോസിറ്റ് എങ്ങനെ കൂട്ടാം എന്നുള്ളതാണ് മൾട്ടിപ്ലയർ കൺസെപ്റ്റിൽ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദെൻ മണി ഈസ് ലിക്വിഡ് ഫോം ഓഫ് അസറ്റ്. അദ്ദേഹം പറയുന്നത് മണി എന്ന് പറയുന്നത്, പൈസ എന്ന് പറയുന്നത് എന്താണ്, ലിക്വിഡ് ഫോം ഓഫ് അസറ്റ് ആണെന്നാണ് പറയുന്നത് അല്ലേ. ഇതൊരു ലിക്വിഡ് ഫോം ഓഫ് അസറ്റ്. അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, ആസ്തി അല്ലേ. മണിയും നമ്മളുടെ ഒരു ആസ്തിയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ജെയിം കെയ്ൻസ് ആരാണെന്ന് പറഞ്ഞത്, ഫൗണ്ടർ ഓഫ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ആൻഡ് ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ്. ഓക്കെ, ഇത്രയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയാസിൽ പറയുന്നത്. കൂടുതലായിട്ടും അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഡിമാൻഡിനാണ്. കൂടുതൽ ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാവുള്ളൂ, ഗ്രോത്ത് ഉണ്ടാവുകയുള്ളൂ. എക്കണോമിക് അല്ലെങ്കിൽ സാമ്പത്തിക വളർച്ചയ്ക്ക് ഡിമാൻഡാണ് കൂടുതലായിട്ടും വേണ്ടത്. അപ്പോൾ ഡിമാൻഡ് വാങ്ങാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ അല്ലേ. അല്ലാതെ പ്രൊഡക്റ്റ് ഒരുപാട് ഉണ്ടാക്കിയിട്ട് വാങ്ങാൻ ആളില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ലോസ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിമാൻഡിനാണ് കൂടുതൽ ജെയിം കെയ്ൻസ് പ്രാധാന്യം കൊടുക്കുന്നത്. അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയിലും അദ്ദേഹം പറയുന്നത്. ദെൻ അതർ തിങ്കേഴ്സ് കഴിഞ്ഞോ, ലാസ്റ്റ് ഒരാൾ കൂടിയുണ്ട്, മിൽട്ടൺ ഫ്രൈഡ്മാൻ ആണ് ലാസ്റ്റ്. ഇത് നമ്മളുടെ തിങ്കർ അല്ലെങ്കിൽ എക്കണോമിസ്റ്റ്. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നത് എന്താണ്, ഫ്രീ മാർക്കറ്റ് മെക്കാനിസമാണ്. അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം എന്ന് പറഞ്ഞ ഒരു കൃതിയിൽ അദ്ദേഹം വിവരിക്കുന്നതാണ് ഫ്രീ മാർക്കറ്റ് മെക്കാനിസം എന്നുള്ള
ഒരു ആശയം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫ്രീ ട്രേഡ് തന്നെയാണ് കേട്ടോ. അതായത് സ്വതന്ത്ര വിപണിയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് ബുക്കാണ് ക്യാപിറ്റലിസം ആൻഡ് ഫ്രീഡം. മോണിറ്ററിസം എന്താണ്? ഫുൾ കൺട്രോൾ ആർക്കായിരിക്കും? പ്രൈവറ്റ് സെക്ടേഴ്സിനായിരിക്കും അല്ലേ. അവിടെ എന്തുണ്ടാവില്ല, ആർക്കും എന്തും ചെയ്യാന്നുള്ള ആ ഒരു മോണിറ്ററി പോളിസി, ഒരു മുതലാളിത്തം, ഒരു കൺട്രോളബിൾ നാച്ചറായിരിക്കും ഫ്രീ മാർക്കറ്റ് മെക്കാനിസത്തിൽ വരുന്നത്. സ്വതന്ത്രമായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താം, വിപണി നടത്താം എന്നുള്ളതാണ് മിൽട്ടൺ ഫ്രീഡ്മാൻ എന്നുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ ഇവിടെ കഴിയുകയാണ്. തേർഡ് ചാപ്റ്റർ. അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിച്ചത് എന്താണ് സാമ്പത്തിക വളർച്ചയ്ക്ക് ഒരുപാട് തിങ്കേഴ്സ്, ഒരുപാട് എക്കണോമിസ്റ്റുകൾ ഒരുപാട് കോൺട്രിബ്യൂഷൻ സംഭാവന നൽകിയിട്ടുണ്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട്. അവരുടെ ഒരുപാട് കൃതികളിലൂടെ അവർ എങ്ങനെയായിരിക്കണം സാമ്പത്തിക വളർച്ച വേണ്ടത്, എന്തുകൊണ്ടാണ് സാമ്പത്തിക നാശനഷ്ടം ഉണ്ടാവാൻ കാരണങ്ങൾ, ലോസ് ഉണ്ടാവാൻ കാരണം എന്തുകൊണ്ടാണ്, അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, അപ്പോൾ എന്തിനൊക്കെ സപ്പോർട്ട് ചെയ്യണം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ ഒരുപാട് ഗ്രേറ്റ് എക്കണോമിസ്റ്റുകളായിട്ടുള്ള ഇന്ത്യൻ എക്കണോമിസ്റ്റുകളുടെയും അതർ എക്കണോമിക്സുകളുടെയും അവരുടെയൊക്കെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ നോക്കി, അവരൊക്കെ എന്താണ് എക്കണോമിക്സിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കി കാണുമ്പോൾ നമ്മുടെ സാമ്പത്തിക വളർച്ച എവിടെ എത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞോ, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ നമ്മൾ സക്സസ് ആയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചാപ്റ്ററിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവർക്കും ഈ ഒരു ചാപ്റ്റർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോ കാണാം.